ഓക്കെ, സോ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്പ് ഓഫ് സപ്ലൈ ആണ്. ഏതൊക്കെ തരത്തിലുള്ള സപ്ലൈ ഉണ്ട് അതിലെ ഡിസ്കഷൻ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റ് പറഞ്ഞു പോയത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോയല്ല, നമ്മൾ അതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ ടൈപ്പ് ഓഫ് സപ്ലൈയിൽ ഏതൊക്കെ വരും, അതിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ അതിന്റെ ലിസ്റ്റിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻക്ലൂഡിങ് ഡീംഡ് സപ്ലൈ. ഡീംഡ് സപ്ലൈയിൽ ഏതാ വരിക എന്നുള്ളത് വരെ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ആൻഡ് അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്താ, ഇന്നത്തെ ദിവസം നമ്മൾ എന്താണ് ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഇന്നത്തെ ദിവസം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്തായിരിക്കും, ഒരു കുറച്ച് കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ അതിൽ നിന്ന് അത് ടാക്സബിൾ സപ്ലൈ ആണോ, സീറോ റേറ്റഡ് സപ്ലൈ ആണോ, എക്സംപ്റ്റഡ് ആണോ, ഡീംഡ് ആണോ എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പറയാം. അപ്പൊ ആദ്യം നമ്മൾ അതാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി ക്ലാസ്സസിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ച ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് റെഡി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം. സെക്കൻഡ്. ഓക്കെ ഓക്കെ സോ നമുക്ക് ആദ്യം അത് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം, ബാക്കി പോർഷൻസിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതുന്നുണ്ട്, നിങ്ങൾ അത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. എക്സംപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ടാക്സബിൾ ആണെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ടി എന്ന് ടൈപ്പ് ചെയ്യുക. സീറോ റേറ്റഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ സെഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി ഇതിലൊന്നും പെടുന്നില്ല, ഇത് ഏതും അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നൺ ഓഫ് ദ അബോവ് ആണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതാണ് ഓപ്ഷൻസ്, എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഓപ്ഷൻസ് ഇതാണ്. എക്സംപ്റ്റഡ് സപ്ലൈ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇ, ടാക്സബിൾ സപ്ലൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ ടി, ആൻഡ് സീറോ റേറ്റഡ് ആയി തോന്നുകയാണെങ്കിൽ സെഡ്. ഇനി ഇതിലേതും പെടുന്നില്ല, എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്, എൻ ഓഫ് ദ എബോവ് ആണെങ്കിൽ എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻക്ലൂഡിങ് ഡീംഡ് സപ്ലൈ, ചിലപ്പോൾ ചില സാധനങ്ങൾ ഡീംഡ് സപ്ലൈ ആയിരിക്കും. അപ്പൊ ഡീംഡ് സപ്ലൈ ആണ് തോന്നുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് പറഞ്ഞാൽ മതി. അതിന്റെ റീസൺ പറയുന്ന സമയത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ചാറ്റിൽ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഇത്രയും പഠിച്ചു ഒന്ന് ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഫസ്റ്റ് കേസ് കൊമേഴ്ഷ്യൽ, ഞാൻ എഴുതുന്നത് കാണുന്നുണ്ട് വിചാരിക്കുന്നു. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി റെന്റ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി റെന്റ് ഇതിൽ ഏത് ഓപ്ഷനിലാണ് വരിക? കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി റെന്റ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി റെന്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കൊമേഴ്ഷ്യൽ സ്ഥാപനത്തിന്റെ പ്രോപ്പർട്ടിന്റെ റെന്റ് ടാക്സബിൾ ആണോ, എക്സംപ്റ്റഡ് ആണോ, സീറോ റേറ്റഡ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ? കുറെ ടൈപ്പ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ടാക്സബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ജസ്റ്റ് ടി കൊടുത്താൽ മതി. എക്സംപ്റ്റഡ് തോന്നുകയാണെങ്കിൽ ഇ കൊടുത്താൽ മതി. സീറോ റേറ്റഡ് തോന്നുകയാണെങ്കിൽ സെഡ് കൊടുത്താൽ മതി. ഇതിൽ ഏതും അല്ല നിങ്ങൾ തോന്നുകയാണെങ്കിൽ എൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും ചാറ്റിലുള്ള എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ആൻസർ എന്താണ്, കറക്റ്റ് ആണ്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി റെന്റ് എന്താണ്, ടി തന്നെയാണ്, ടാക്സബിൾ ആണ്, കറക്റ്റ് ആണ്. രണ്ടാമത്തത് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് ഏതാണ്? ലൈഫ് ഇൻഷുറൻസിന്റെ സപ്ലൈ, ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടെ സപ്ലൈ എക്സംപ്റ്റഡ് ആണോ, ടാക്സബിൾ ആണോ, സീറോ റേറ്റഡ് ആണോ, നൺ ഓഫ് ദ എബോവ് ആണ്? ലൈഫ് ഇൻഷുറൻസ്. ഓക്കെ, അടിപൊളി, എല്ലാവരും കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ടൈപ്പ് ചെയ്ത എല്ലാവരും കറക്റ്റ് ആണ്. ഈ തന്നെയാണ്, എക്സംപ്റ്റഡ് ആണ് അല്ലേ, ലൈഫ് ഇൻഷുറൻസ് എക്സംപ്റ്റഡ് ആണ്. ഞാൻ വിചാരിച്ചു നിങ്ങളിത് തെറ്റിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് വരുമ്പോൾ ഒരു രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസ് എന്താണ്, എക്സംപ്റ്റഡ് ആണ്. വേറെ എവിടെയും നോക്കുന്നൊന്നുമില്ലല്ലോ, സഹായം എവിടെ നിന്ന് എടുക്കുന്നൊന്നുമില്ലല്ലോ, ജസ്റ്റ് ടെസ്റ്റ് മാത്രമാണ്. നമ്മൾ തന്നെ നമ്മൾ പഠിച്ചു വന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക മാത്രമാണ്. അപ്പോൾ ഇതൊരു വലിയ ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോലെ കണ്ട് വേറെ എവിടെയെങ്കിലും പോയി ആൻസർ അങ്ങനെയൊന്നും ചെയ്യണ്ട. നമുക്ക് അറിയുമെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ മൂന്നാമത്തത് ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ്
ഗുഡ്സ്. എഴുതുന്നതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ നോക്കിയാൽ മതി. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് എന്താ? ഓക്കെ, എല്ലാവരും സെഡ് തന്നെ പറഞ്ഞിട്ടുള്ളത്. സീറോ റേറ്റഡ് തന്നെയാണ്. എല്ലാവരും കറക്റ്റ് തന്നെയാണ്. അറിയാത്ത ആരെയും ഉണ്ടെങ്കിലും മനസ്സിലാക്കുക, കേട്ട് എന്ത് ചെയ്യുക, റെഡിയാക്കുക. സീറോ റേറ്റഡ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിലും പാസഞ്ചേഴ്സ് ആണെങ്കിലും. ഓക്കെ, ഇനി അപ്രൂവ്ഡ് നാട്ടത്. ഓക്കെ, കരിക്കുലം ഇൻ സ്കൂൾ. സ്കൂളുകളിൽ അപ്രൂവ് ചെയ്ത, അതായത് UAE ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത സ്കൂളുകളിലുള്ള കരിക്കുലം സപ്ലൈ ചെയ്യുന്നത്, അതായത് ആ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു സർവീസ് സീറോ ആണോ എക്സെപ്റ്റഡ് ആണോ? ഓക്കെ, എല്ലാവരും സെറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞ എല്ലാവരും പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. സീറോ റേറ്റഡ് തന്നെയാണ് കറക്റ്റ്. ഓക്കെ, സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം, ഒന്നും കൂടി നോക്കാം. പ്രോസസ്സിംഗ് ഫീ ഓൺ ലോൺ. ലോണുമുള്ള പ്രോസസ്സിംഗ് ഫീ അത് എന്താണ്? ലോണുമുള്ള പ്രോസസ്സിംഗ് ഫീ എല്ലാവരും ടി തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ടാക്സബിൾ തന്നെയാണ്, കറക്റ്റ് ആണ്. ഓക്കെ, സോ അതും ഓക്കെ ആണ്. 6-1. കോസ്മെറ്റിക് സർജറി. കോസ്മെറ്റിക് സർജറി എന്താണ്? കോസ്മെറ്റിക് സർജറി പറയാൻ കാത്തില്ല, എല്ലാവരും കറക്റ്റ് അപ്പത്തിന് ആൻസർ ചാടി കയറി പറയുന്നുണ്ട്. കോസ്മെറ്റിക് സർജറി ടാക്സബിൾ തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ കേസ് ടാക്സബിൾ ആണ്. പക്ഷെ ഒരു ചെറിയ എക്സെപ്ഷനിൽ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ പറ്റി ചിലപ്പോൾ ഹോസ്പിറ്റലിലായി സർജറി ചെയ്യൽ നിർബന്ധമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, സീറോ റേറ്റിലാണ് വരിക. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ കോസ്മെറ്റിക് സർജറി പൊതുവെ ടാക്സബിൾ തന്നെയാണ്. കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ, 7-1. ഫസ്റ്റ് സപ്ലൈ ഓഫ് residential building. First supply of residential building. First supply of residential building Z. Okay. Okay. First supply of residential building zero rated ആണ്. അറിയാത്ത ആരും ഇല്ലല്ലോ, ഓർമ്മയില്ലാത്ത ആരും ഇല്ലല്ലോ. ഫസ്റ്റ് സപ്ലൈ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്താണ്? സീറോ റേറ്റഡ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സബ്സിക്വന്റ് സപ്ലൈ എന്താ? അതും കൂടി ജസ്റ്റ് പറഞ്ഞോ, ടൈപ്പ് ചെയ്യാതെ ഒന്ന് പറഞ്ഞോ. സബ്സിക്വന്റ് സപ്ലൈ ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്താ? ഒരാൾ ടാക്സബിൾ പറഞ്ഞു, വിമൽ ടാക്സബിൾ അല്ല. സബ്സിക്വന്റ് സപ്ലൈ ടാക്സബിൾ അല്ല. സബ്സിക്വന്റ് സപ്ലൈ എക്സംപ്റ്റഡ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, സബ്സിക്വന്റ് സപ്ലൈ എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ബാക്കിയൊക്കെ എല്ലാവരും എക്സംപ്റ്റഡ് തന്നെയാണ് പറഞ്ഞു വിചാരിക്കുന്നു. അടുത്തത് ഹോട്ടൽ അക്കോമഡേഷൻ. ഹോട്ടൽ അക്കോമഡേഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ, Airbnb പോലത്തെ ഹോട്ടൽ അക്കോമഡേഷൻ. ഹോട്ടൽ അക്കോമഡേഷൻ എന്താ? ടാക്സബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 30 ഇയേഴ്സിന്റെ ലീസ്, 30 ഇയേഴ്സ് ലീസ് ആണെങ്കിലോ, കൊമേഴ്ഷ്യൽ അല്ല, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി തന്നെ. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിന്റെ 30 വർഷത്തെ ലീസ്, 30 ഇയേഴ്സിന് ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ലീസിന് കൊടുത്തു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആയോ? അധികം
30 years ഓഫ് ലീസ്, റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിന്റെ 30 years ഓഫ് ലീസ് എല്ലാവരും ടാക്സബിൾ എന്ന് പറയണോ? ലോങ് ടേം ലീസ് അല്ലേ? ലോങ് ടേം ലീസ് ആവുന്ന സമയത്ത് അത് ടാക്സബിൾ വരുമോ? ഷോർട്ട് ടേം ലീസ് അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെയാണ് എന്ത് വരിക? ടാക്സബിളിൽ വരിക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലോങ് ടേം ലീസ്, അതും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ, കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ടാക്സബിൾ ആണ്. പക്ഷേ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വരുമ്പോൾ അത് എക്സംപ്റ്റഡ് ആണ്. നമ്മൾ സബ്സിക്വന്റ് സപ്ലൈ പോലെയാണ് അത് കാണേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ സബ്സിക്വന്റ് സപ്ലൈ തന്നെയാണ്. 30 years ഓഫ് ലീസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആവുന്ന സമയത്ത് എക്സംപ്റ്റഡ് ആണ്, ടാക്സബിൾ അല്ല. ഓക്കെ, തെറ്റിപ്പോരുത്. അത് കുറെ ആൾക്കാർക്ക് മിസ്റ്റേക്ക് ആയി തോന്നുന്നു. ഓക്കെ, ഇനി ആഫ്റ്റർ സ്കൂൾ സ്പോർട്സ് ക്ലബ്ബ്, അതായത് സ്കൂളിന്റെ പാർട്ടല്ല, സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്ട്രാ കൊടുക്കുന്ന ആഫ്റ്റർ സ്കൂൾ സ്പോർട്സ് ക്ലബ്ബ്. ഒരു സ്പോർട്സ് ക്ലബ്ബ് പോലെ എന്ത് ചെയ്യണേ? ആഫ്റ്റർ സ്കൂൾ സ്പോർട്സ് ക്ലബ്ബ് കൊടുക്കുക. ഓക്കെ, എല്ലാവരും കറക്റ്റ് ആണ്, ടാക്സബിൾ തന്നെയാണ്. കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നത് ടാക്സബിൾ ആണോ എക്സെപ്റ്റഡ് ആണോ? ടാക്സബിൾ ആണോ എക്സെപ്റ്റഡ് ആണോ എന്നല്ല, ഏതും പറയാട്ടോ. ഇ ഓർ ടി ഓർ സെഡ് ഓർ എൻ. സെഡ് എല്ലാവരും പറഞ്ഞത് ശരിയാണ്. എല്ലാവരും പറഞ്ഞിട്ടില്ല, 3 ആൾക്കാരായിട്ടുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്ലഡ് ടെസ്റ്റ് എന്തിൽ പെടും? നമ്മളെ നോർമൽ മെഡിക്കൽ പാക്കേജിൽ പെടും. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് വരും, ഡോക്ടറെ കൺസൾട്ടേഷൻ വരും, അതൊക്കെ നോർമൽ മെഡിക്കൽസിൽ തന്നെയാണ് പെടുത്തേണ്ടത്. അതിനൊക്കെ 0 റേറ്റഡ് തന്നെയാണ് ടാക്സ് റേറ്റ് വരിക. ഓക്കെ, മാറിപ്പോകരുത്. ഇനി പ്രീ ഗിഫ്റ്റ് ഇൻപുട്ട് ടേക്കൺ, ഇൻപുട്ട് എടുത്ത ഐറ്റംസ് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഡി ഓപ്ഷൻ തന്നെയാണ്. ഡീംഡ് സപ്ലൈ ആണ് അല്ലെ? ഡീംഡ് സപ്ലൈ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ നൺ ഓഫ് ദ എബോവ് പറഞ്ഞത് ശരിയാണ്. ഡീംഡ് സപ്ലൈയിൽ വിടുകയാണ്. നൺ ഓഫ് ദ എബോവ് ആണ്. ടാക്സബിൾ എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി അതിന് ടാക്സ് ഉണ്ട്, ശരിയാണ്, പറഞ്ഞത് ശരിയാണ്, ടാക്സ് ഉണ്ട്. പക്ഷെ അതെന്തല്ല, ടാക്സബിൾ സപ്ലൈ എന്ന് പറയാൻ പാടില്ല. സപ്ലൈ എന്ന് ഏതാന്ന് ചോദിക്കുമ്പോൾ ഡീംഡ് സപ്ലൈ എന്ന് പറയണം. ഡീംഡ് സപ്ലൈ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പേരിൽ വാറ്റ് അടക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻപുട്ട് എടുത്ത ഐറ്റംസ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഡീംഡ് സപ്ലൈയിലെ അണ്ടറിലാണ് വരിക. നമ്മൾ ഡീംഡ് സപ്ലൈ, നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിന് നമ്മളോട് ഒരാൾ ചോദിക്കണത് അത് ഏത് ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് ചോദിക്കുമ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത് എന്താ? അത് ഡീംഡ് സപ്ലൈ ആണെന്നാണ് ഉത്തരം കൊടുക്കേണ്ടത്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഡീംഡ് സപ്ലൈ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ആ സാധനത്തിന്റെ പേരിൽ ടാക്സ് അടക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു ടാക്സബിൾ സപ്ലൈന്റെ അണ്ടറിലേക്ക് കാണിക്കാൻ, പക്ഷെ അതല്ല, ടാക്സബിൾ സപ്ലൈ എന്നല്ല പറയേണ്ടത്, പകരം ഡീംഡ് സപ്ലൈ എന്ന് തന്നെ പറയണം. ഓക്കെ, ഇനി ലോണ് ഇൻട്രസ്റ്റ് ഓൺലി, ഇൻട്രസ്റ്റിന്റെ പോർഷൻ മാത്രമുള്ള ലോണ് ഇൻട്രസ്റ്റിന്റെ പോർഷൻ മാത്രം. ഇൻട്രസ്റ്റിന്റെ പോർഷൻ മാത്രമുള്ള ലോണ്. കൺഫ്യൂഷൻ ആയോ? ആരും പറയുന്നില്ലല്ലോ. ടാക്സബിൾ എങ്ങനെയാവുക? 2 ആൾക്കാർ ടാക്സബിൾ പറഞ്ഞു. ടി അല്ല, ലോണ് ഇൻട്രസ്റ്റിന്റെ പോർഷൻ ടാക്സബിൾ അല്ല. ഇൻട്രസ്റ്റിന്റെ പോർഷൻ എക്സംപ്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞല്ലേ, ലോണിന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, ലോണ് ഇൻട്രസ്റ്റിന്റെ പോർഷൻ ടാക്സബിൾ അല്ല, എക്സംപ്റ്റഡ് ആണ്. നമ്മൾ എക്സംഷനിൽ നമ്മൾ ഫൈനാൻഷ്യൽ സർവീസ് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഇവിടെ പറഞ്ഞല്ലേ, ഫൈനാൻഷ്യൽ സർവീസിൽ 0 അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? ഒരു സ്പെഷ്യലി ഒരു ചാർജ് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്പെഷ്യലി ഒരു ഫീസോ കമ്മീഷനൊക്കെ നമ്മൾ ചാർജ് കളക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? എക്സംപ്റ്റഡിലാണ്. അപ്പൊ ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ലോണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ആ ലോണുമൊക്കെ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്നുള്ള സ്പെഷ്യൽ ചാർജ് ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഒരു ലോൺ എടുത്തു, ആ ലോൺ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സ്പെഷ്യൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സിംഗ് ഫീ പോലത്തെ ഒരു സ്പെഷ്യൽ ചാർജോ കമ്മീഷനോ ഒന്നും ഇല്ല. നമ്മൾ എടുത്ത ലോൺ എന്ത് ചെയ്യാണ്? അത് തിരിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന് നമുക്ക് ലോൺ കിട്ടുകയാണ്. ഈ രണ്ടുമിൽ എന്തുണ്ടാവില്ല? വാറ്റ് ഉണ്ടാവില്ല. വാറ്റ് ഈ 2 സ്ഥലത്തും എക്സംപ്റ്റഡ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾക്കൊക്കെ വാറ്റ് എക്സംപ്റ്റഡ് ആണ്, മാറിപ്പോരുത്. ഓക്കെ, ഇൻട്രസ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾക്കൊക്കെ വാറ്റ്
എക്സംപ്റ്റഡ് ആണ്. തെറ്റിപ്പോരുത്. ഓക്കെ, ഇപ്പൊ ടാക്സബിൾ അല്ല കേട്ടോ, എക്സംപ്റ്റഡ് ആണ്. അജു ആൻഡ് അനന്തു എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, സോ ഇനി ഒറ്റ ഇതും കൂടിയുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒരു പറയാത്തൊരു സാധനം ചോദിക്കാം, നിങ്ങൾക്ക് അറിയുന്നതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് പറയാം. അവിടെ നിന്ന് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് നടത്തിയാണ്. നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും എക്സംഷനും ടാക്സബിളൊക്കെ ഏകദേശം എല്ലാവർക്കും ഓർമ്മയിലും നിൽക്കുന്നുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് പറയും. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, ഏതെങ്കിലും ഒരു ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യാണ്, UAE നിന്ന് എക്സ്പോർട്ട് ചെയ്യണം. അതിന്റെ ടാക്സ് റേറ്റ് എന്താ വരിക? നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, നമ്മൾ പഠിച്ചില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. 2-3 ആൾക്കാർ പറഞ്ഞു, ബാക്കിയുള്ളവർക്ക് നമ്മളിനി പഠിക്കും. എക്സ്പോർട്ടും 0 റേറ്റഡിന്റെ അണ്ടറിലാണ് വരിക. ഓക്കെ, സോ UAE നിന്നൊരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് റേറ്റ് 0% ആണ്, അല്ലെങ്കിൽ 0 റേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ അത് ഇനി നമ്മൾ എക്സ്പോർട്ടിന്റെ ചാപ്റ്ററിൽ എന്ത് ചെയ്യും, ഡീപ്പായിട്ട് തന്നെ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് അതും കൂടി എന്ത് ചെയ്യുക, എക്സ്പോർട്ടിന്റെ ഉദാഹരണത്തിന്റെ കൂടെ പുതിയൊരാളും കൂടി ചേർക്കുക. അതാണ് മെയിൻ ആള്. ബാക്കിയുള്ള നമ്മൾ എക്സ്പോർട്ട് പറഞ്ഞ 0 റേറ്റിൽ പറഞ്ഞ എഡ്യൂക്കേഷനോ ഹെൽത്തിന്റെ ഒക്കെ പുറമെ ഇതാണ് മെയിൻ ആള്. കാരണം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആയിരിക്കുമല്ലോ മെയിൻ പ്രൊസീജിയർ. അപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാറ്റ് എന്താണ്, 0 റേറ്റഡ് ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സെഷൻ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഫോളോ ചെയ്യുന്നുണ്ട്. നല്ല ഇതേപോലെ തന്നെ പോയാൽ മതി. ഇനി അത് ഇടയിൽ വെച്ച് ബ്രേക്ക് ആക്കരുത്, ഇടയിൽ വെച്ചിട്ട് ആ ഫ്ലോ മിസ്സാക്കരുത്. ഇതേപോലെ തന്നെ പോവാ. ഓക്കെ, പിന്നെ അൻസി ക്ലാസ്സിലുണ്ട്. അൻസി എന്നോട് ഇന്ന് സജഷൻ പറഞ്ഞിരുന്നു, ക്ലാസ് കഴിയുമ്പോൾ തന്നെ ആ നോട്ട് പ്രിപ്പയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും ഫോളോ ചെയ്യാനെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ക്ലാസ് കഴിയുന്ന മൊമെന്റിൽ തന്നെ നോട്ട് എന്ത് ചെയ്യാം, മാക്സിമം ട്രൈ ആക്കിയിട്ട് ആ നോട്ട് ഞാൻ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം, ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ടുകൾ വെച്ചിട്ട്. പിന്നെ മൊത്തം ക്ലാസ്സിന്റെ നോട്ട് എന്തായാലും കിട്ടും. അത് പക്ഷേ കുറച്ച് ടൈം എടുക്കും. അത് ഞാൻ ഡിലേ ആവുന്നതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ അത് ഞാൻ മാക്സിമം പോസിബിൾ ആയിട്ട്, കാരണം കഴിഞ്ഞ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇരുന്നവർക്ക് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഫുൾ നോട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ തിരക്ക് പെട്ടുകൊണ്ടാണ് ആ നോട്ട് കംപ്ലീറ്റ് ചെയ്തത്. ഒരു സാറ്റർഡേ സൺഡേ ഫ്രീ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഫൈനൽ നോട്ട് അയച്ചുതരും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അന്നെടുത്ത പോർഷൻസ് മാത്രം ആ നോട്ടും കൂടി ആ ഗ്രൂപ്പിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ റെക്കോർഡിങ്സ് കാണുന്ന സമയത്ത് ആ നോട്ടും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ആ നോട്ട് ചെറിയ നോട്ടായിരിക്കും, ക്രിസ്പായിട്ട് ചെറിയ പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഓക്കെ, സോ അതോടുകൂടി നമ്മൾ ആ ഒരു പരിപാടി നിർത്തുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് നടത്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഫോളോ ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് അടുത്ത പോയിന്റുകളിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഡിസ്കഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഏകദേശം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും UAE എന്തൊക്കെ സാധനം ഒരു ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഏത് റേറ്റിൽ വരും, ഏതാണ് ടാക്സബിൾ ആണോ 0 റേറ്റഡ് ആണെന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ട്. ഒരു 90% എല്ലാവർക്കും എന്തായിട്ടുണ്ട്, ധാരണയായിട്ടുണ്ട്. നല്ല നല്ല പ്രോഗ്രസ്. ഇനി ഉള്ളതും കൂടി എന്ത് ചെയ്യണം, അതേപോലെ കൊണ്ടുപോകണം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വേറെ കുറച്ച് പരിപാടികളാണ്. അതിൽ ആദ്യം എന്ന് പറയാൻ പോകുന്നത് ഗുഡ്സിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് പൊതുവെ എന്ത് ചെയ്യേണ്ടി വരും, കമ്പനിയിൽ നിന്ന് ഗുഡ്സ് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ നമ്മൾ പറയും അല്ലെ. നമ്മൾ സ്റ്റോക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വാറ്റ് വരുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചേക്ക് എന്താ, സെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, സാധനം വിൽക്കുമ്പോഴത്താണ്. ഇനി വിൽക്കുമ്പോഴത്തല്ല നമ്മൾ പറയുന്നത്, സാധനങ്ങൾ വിൽക്കുന്നില്ല, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വിൽക്കുന്നില്ല, പകരം ജസ്റ്റ് മാറ്റി വെക്കുന്നുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞാൻ എൻ്റെ UAE ഉള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, ദുബായിലുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് അബുദാബിയിലുള്ള ഒരു ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യാണ്, സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്, അല്ലാതെ എന്ത് ചെയ്യുന്നില്ല, സെയിൽ അടിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ ട്രാൻസ്ഫറിന് എവിടെയെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനിൽ ട്രാൻസ്ഫറിന് വാറ്റ് വരുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരേ എൻറ്റിറ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫറുകളാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കമ്പനി ABC LLC, ഓക്കെ, കമ്പനീന്റെ പേര് ABC LLC ആണ്. നമുക്ക് വെയർഹൗസ് ഉള്ളത് ഷാർജയിലാണ്. നമ്മളെ വെയർഹൗസ് ഉള്ളത് ഷാർജയിലാണ്. നമുക്ക് ഷോറൂം ദുബായിലുണ്ട്. ദുബായിൽ ഒരു ഷോറൂം ഉണ്ട്, ഷാർജയിലാണ് നമ്മുടെ വെയർഹൗസ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ വെയർഹൗസിൽ നിന്ന് ഷോറൂമിലേക്ക് നമ്മുടെ യൂണിറ്റ്സ് എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഗുഡ്സ് എന്ത് ചെയ്യേണ്ടി വരും, ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഒരു 500 യൂണിറ്റ് എന്ത് ചെയ്തു, ഷാർജയിൽ നിന്ന് ദുബായിലുള്ള ഷോറൂമിലേക്ക് ട്രാൻസ്ഫർ നടത്തി.
ഈ ട്രാൻസ്ഫറിന് നമുക്ക് വാറ്റ് വരും എന്നുള്ളതാണ്. ഈ ട്രാൻസ്ഫറിന് നമുക്ക് എന്ത് വരില്ല, വാറ്റ് വരില്ല. ഈ സാധന ട്രാൻസ്ഫർ നടത്തുന്നതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, വാറ്റ് ബില്ല് അടിക്കേണ്ട ആവശ്യമില്ല, സെയിൽസ് ബില്ല് അടിക്കേണ്ട ആവശ്യമില്ല, വാറ്റ് ബില്ല് അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ട്രാൻസ്ഫർ മൂവ്മെന്റ് വിത്തിൻ സെയിം ലീഗൽ എൻറ്റിറ്റിയാണ്, കൺസിഡറേഷനും ഇൻവോൾവ്ഡ് അല്ല. അതായത് നമ്മൾ വെയർ ഹൗസിൽ നിന്ന് ഷോറൂമിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് ആയിട്ട് ഒരു എൻട്രി ഒന്നും കൊടുക്കുന്നൊന്നുമില്ലല്ലോ. ദുബായിലുള്ള ഷോറൂം എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഷാർജയിലുള്ള വെയർ ഹൗസിന് പേയ്മെന്റ് തരുന്നൊന്നുമില്ല, കൺസിഡറേഷൻ ഇല്ല. നമ്മൾ ഒരേ എൻറ്റിറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, പ്രൊഡക്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്ക് എന്ത് കൊടുക്കണ്ട, വാറ്റ് കൊടുക്കണ്ട. സോ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കുക, സെയിം എൻറ്റിറ്റിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇന്റേണൽ ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് അവിടെ എന്ത് വരില്ല, വാറ്റ് വരില്ല. അതിന്റെ ഒരു റീസൺ അവിടെ കൺസിഡറേഷൻ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ സെയിം ലീഗൽ എൻറ്റിറ്റിയാണ്. സെയിം ലീഗൽ എൻറ്റിറ്റി ആകുമ്പോൾ ഒരേ ടാക്സബിൾ പേഴ്സൺ തന്നെ ആയിരിക്കും അത്, അല്ലേ? അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടാക്സബിൾ പേഴ്സൺ അല്ലെങ്കിൽ ടാക്സബിൾ സപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ 2 പേഴ്സൺ എങ്കിലും വേണം, 2 വ്യക്തികളെങ്കിലും വേണം. ഇപ്പൊ ഒരേ വ്യക്തി തന്നെ ആയിരിക്കും, ഒരു വ്യക്തിന്റെ ഒരു വെയർ ഹൗസിൽ നിന്ന് വേറെ ഷോറൂമിലേക്ക് മാറ്റുന്ന സമയത്ത് അവിടെ എന്ത് വരില്ല, വാറ്റ് വരില്ല. അതുകൊണ്ടാണ് ഇന്റേണൽ ട്രാൻസ്ഫറിൽ എന്തില്ലാത്തത്, വാറ്റ് ഇല്ലാത്തത്. അപ്പോൾ ഇനി ഒരിക്കലും എന്ത് ചെയ്യണ്ട, കമ്പനി വെയർ ഹൗസിൽ നിന്ന് ഷോറൂമിലേക്ക് മാറ്റിയ വാറ്റ് വരുമോ, അല്ലെങ്കിൽ വേറൊരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ വാറ്റ് വരുമോ എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂഷൻ വേണ്ട, വാറ്റ് വരില്ല. ഇനി വാറ്റ് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്, അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരേ ബ്രാഞ്ച് തന്നെയാണ് അല്ലെങ്കിൽ ഒരേ വെയർ ഹൗസ് തന്നെയാണ്. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് കിച്ചൺ, ചില യൂണിറ്റ്സ് ഒക്കെ, ചില പ്രൊഡക്ട്സിനൊക്കെ കിച്ചൺ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു ഫുഡ് ഐറ്റം, ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് നമുക്ക് B11 എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, UAE ലുള്ള ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും B11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചോക്ലേറ്റ് പോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ, നമ്മൾ സലാക്കാട്ടിയ എന്നൊക്കെ പറയുന്ന പോലത്തെ ഫ്രൂട്ട്സ് അല്ല, നമ്മൾ ഇതിൽ പറയില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചോക്ലേറ്റ് പോലത്തെ ഒരു കമ്പനിയാണ് B11. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്നവർക്ക് UAE ലുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും B11 എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ B11 ഒക്കെ എന്തുണ്ടാവും, ഒരുപാട് സ്ഥലത്ത് ഫ്രാഞ്ചൈസികൾ ഉണ്ടാവും. ഇപ്പോൾ അബുദാബിയിൽ ഒരു ചെറിയ ഫ്രാഞ്ചൈസി ഷോറൂം ഉണ്ടാവും, ദുബായിൽ വേറൊന്നുണ്ടാകും, ഷാർജയിൽ വേറൊന്നുണ്ടാകും. അങ്ങനെ ഓരോ സ്ഥലത്തും ഒന്നുണ്ടാവും. ഓരോ എമിറേറ്റിലോ അല്ലെങ്കിൽ ഒരു എമിറേറ്റിൽ തന്നെ ചിലപ്പോൾ 2 or 3 ഒക്കെ ഫ്രാഞ്ചൈസി ഷോറൂമുകൾ എടുക്കുന്നുണ്ടാവും. പക്ഷെ ഇതിനൊക്കെ പ്രൊഡക്റ്റ് എത്തിക്കൊടുക്കുന്നത് ഒരു മെയിൻ കിച്ചൺ ഉണ്ടാവും. ഒരു മെയിൻ കിച്ചൺ എന്നായിരിക്കും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ പ്രൊഡക്റ്റ് എത്തി കൊടുക്കുക. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്, ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകൾ. അതിന് നമ്മൾ ഫോക്കോ മെത്തേഡ് എന്നൊക്കെ പറയും. ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് ബിസിനസ് എന്ന് പറയും. ഒരു ഫ്രാഞ്ചൈസി എന്ത് ചെയ്യുക, ഫ്രാഞ്ചൈസി എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുക, കമ്പനി ഇതിന്റെ പ്രൊഡക്ഷനും ഇതിന്റെ ഓപ്പറേഷനും ഒക്കെ ഏറ്റെടുക്കുന്ന ടൈപ്പ് ഓഫ് ഫ്രാഞ്ചൈസികളുണ്ട്. അതിന് ഫോക്കോ ഫ്രാഞ്ചൈസി എന്നാ പറയാം. അത് വേറെ ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന കുറെ സ്ഥാപനങ്ങളുണ്ട്. ഒരു മേജർ ഹെഡ് ഉണ്ടാവും, അവിടുന്ന് എന്ത് ചെയ്യും, എല്ലാ ഫ്രാഞ്ചൈസിയിലേക്കുള്ള സാധനങ്ങൾ പോകും. ഇപ്പൊ ഈ B11 കേസിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ, B11 ഒരു മേജർ കിച്ചൺ ഉണ്ടാവും, ഒരു മെയിൻ കിച്ചൺ ഉണ്ടാവും. ഈ മെയിൻ കിച്ചണിലായിരിക്കും അവരെന്ത് ചെയ്യുക, അവരുടെ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക, ഈ പറഞ്ഞ കേക്കുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ സാധനം നേരെ ഓരോ ഷോറൂമിലേക്കും അല്ലെങ്കിൽ ഓരോ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റിലേക്കും എന്ത് ചെയ്യും, അയച്ചു കൊടുക്കുക ചെയ്യാം. അപ്പൊ ഡെയിലി എന്ത് ചെയ്യും, ഔട്ട്ലെറ്റിലേക്ക് സാധനം പോകും, ഔട്ട്ലെറ്റിൽ നിന്ന് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് വിൽക്കും. ഇങ്ങനെയാണ് അവരുടെ ബിസിനസ് മോഡൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാല്, ചില സമയത്ത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ, ഈ B11 പോലത്തെ സ്ഥാപനങ്ങൾ, B11 ഒരു ഉദാഹരണം എടുത്താണ്, ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരെന്ത് ചെയ്യും, ഈ പറയപ്പെടുന്ന മേജർ കിച്ചണിൽ നിന്ന്, ഇപ്പൊ ഇതൊരു കിച്ചൺ ആയതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഇത് എന്തായിരിക്കും, ഫാക്ടറി ആയിരിക്കും, ചില സ്ഥലത്ത് അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരിക്കും, പലതും ആവാം. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഈ ഔട്ട്ലെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ ഇവരെന്ത് ചെയ്യും, സെയിൽസ് അടിക്കും. ഔട്ട്ലെറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ സെയിൽസ് അടിക്കും. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചന്റെ പ്രോഫിറ്റും ലോസും അറിയാൻ വേണ്ടിയിട്ടാണ്. കിച്ചൺ എത്ര പ്രോഫിറ്റിലാണോ കിച്ചൺ ലോസിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഒരു പെർസെൻറ്റേജ്, ഒരു മാർജിൻ ഇട്ടിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഇവർ ഇന്റേണലി തന്നെ സാധനം വിൽക്കുമ്പോൾ സെയിൽ അടിക്കുക. എന്നിട്ട് ഈ സാധനം ഔട്ട്ലെറ്റ് നിന്ന് കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ വീണ്ടും സെയിൽ അടിക്കും. അത് നമുക്ക് സാധാരണ കസ്റ്റമേഴ്സിന് തരുന്ന സെയിൽ. പക്ഷെ ഇവർ ഇന്റേണൽ എന്ത് ചെയ്യും, ഇതേ പറഞ്ഞ പോലെ സെയിൽ അടിക്കും. കാരണം കിച്ചണിൽ നിന്ന് ഒരു 100 യൂണിറ്റ് ഈ മാസം പോയി, 100 യൂണിറ്റ് ഓരോ ഫ്രാഞ്ചൈസിയിലേക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഫ്രാഞ്ചൈസിയിലേക്കും 100 യൂണിറ്റ് സെല്ലടിച്ചത് എത്രയാണ്, ഓരോ യൂണിറ്റിൽ എത്രയാണ് പർച്ചേസ് പോയത്, കിച്ചൺ പ്രോഫിറ്റ് ആണോ കിച്ചൺ ലോസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ ഔട്ട്ലെറ്റിലേക്കും സാധനം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, സെയിൽസ് ആണ് അടിക്കുക, ട്രാൻസ്ഫർ അല്ല ചെയ്യുക, സെയിൽസ് ആണ് അടിക്കുക. അങ്ങനെയും വർക്ക് ചെയ്യുന്ന ബിസിനസ്സുകളുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് സെയിൽസ് ചെയ്യാതെ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നിടത്ത് എന്തില്ല, വാറ്റ് ഇല്ല. പക്ഷേ സെയിലാണ് അടിക്കുന്നതെങ്കിൽ, സെയിൽസ് ആണ് ചെയ്യുന്നതെങ്കിൽ, ഈവൻ ദോ ഒരേ യൂണിറ്റിന്റെ അണ്ടറിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ കൂടിയും സെയിൽസ് ആണ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, വാറ്റ് വരും. ഓക്കെ, അവിടെ വാറ്റ് വരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഇന്റേണൽ ട്രാൻസ്ഫർ ആവുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വാറ്റ് ഇല്ല.
സിംപ്ലി വാറ്റ് ഇല്ല. പക്ഷെ ട്രാൻസ്ഫർ അല്ല, സെയിലാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇവർക്ക് ഇന്റേണലി പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ചില സമയത്ത് അത് ചില മാനുഫാക്ചറിങ് യൂണിറ്റും പ്രൊഡക്ഷൻ യൂണിറ്റും ഒക്കെ രണ്ടെണ്ണമായിട്ടുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്യും, അവർ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് സാധനം അയക്കുമ്പോൾ അവർ തന്നെ എന്ത് ചെയ്യും, ഇന്റേണലി സെയിൽ ബില്ല് അടിക്കും. ആ സെയിൽ ബില്ല് അടിക്കുന്നത് അവർക്ക് ഇന്റേണലി പ്രോഫിറ്റും ലോസും അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, അവിടെയും വാറ്റ് അതിന്റെ പേരിലും വാറ്റ് കാണിക്കണം. അപ്പൊ അത് സെയിം ഇന്റേണൽ എൻറ്റിറ്റി ആണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, വാറ്റ് ഇല്ല എന്ന് പറയരുത്. വാറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻ അവിടെ എന്തുണ്ടാവാൻ പാടില്ല, സെയിൽ ബിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ കൺസിഡറേഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ, ഇന്റേണൽ ട്രാൻസ്ഫറിന് വാറ്റ് ഇല്ലാത്തതുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ എന്തുണ്ട്, വാറ്റ് ഉണ്ട്. ഓക്കെ, സോ അതാണ് ഒരു സിറ്റുവേഷൻ. ഇനി രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഗ്രൂപ്പ് കമ്പനിയുമായി ബന്ധപ്പെട്ട്. ദേ ആർ അണ്ടർ സെയിം വാറ്റ് ഗ്രൂപ്പ്. സെയിം വാറ്റ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സെപ്പറേറ്റ് വാറ്റ് രജിസ്ട്രേഷൻ അപ്പം എടുക്കേണ്ടി വരും. അങ്ങനെ സെയിൽസ് ബിൽ അടിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ഓരോ ഫ്രാഞ്ചൈസിക്ക് ഒരു വാറ്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരും. ആ കിച്ചണ്, മെയിൻ കിച്ചണ് ഒരു വാറ്റ് രജിസ്ട്രേഷൻ വേറെ എടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അടുത്തത് ഗ്രൂപ്പ് കമ്പനി. ഗ്രൂപ്പ് കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ആയിട്ടൊക്കെ കമ്പനികൾ ഉണ്ടാവും. ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന കമ്പനികളിൽ ഒരു ഉദാഹരണമാണ് നമ്മുടെ എമിറേറ്റ്സ് ഗ്രൂപ്പ്. എമിറേറ്റ്സ് ഗ്രൂപ്പ് അറിയില്ല, ഇപ്പൊ നമുക്ക് യു എയിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ് എമിറേറ്റ്സ് ഗ്രൂപ്പ്. അപ്പൊ എമിറേറ്റ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് കമ്പനിയാണ്. അതിന്റെ അണ്ടറിൽ ഒരുപാട് കമ്പനികളുണ്ട്. അത് ചില കമ്പനി അവരുടെ സബ്സിഡറി കമ്പനിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ചിലത് അവരുടെ അസോസിയേറ്റ് കമ്പനിയാണ്. അങ്ങനെ പല ഫോമിലായിരിക്കും. എന്തായാലും അവരൊരു മേജർ ഹെഡായിട്ട് ഗ്രൂപ്പ് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറയപ്പെടുന്ന കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. എമിറേറ്റ്സിന്റെ കാർഗോ, എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ്, എമിറേറ്റ്സിന്റെ ഹോളിഡേയ്സ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ ഹോൾഡ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് കമ്പനി. അപ്പൊ ഗ്രൂപ്പ് കമ്പനിയിൽ എങ്ങനെയാണ് വാറ്റ് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഉദാഹരണത്തിന് ABC LLC എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, XYZ LLCക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. അവര് റിലേറ്റഡ് ആണ്, പക്ഷേ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. കാരണം ഇപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഓരോ കമ്പനികളാണ്, സ്കൈ കാർഗോ ആണെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും, പക്ഷെ ഇതിന് രണ്ടിനും രണ്ട് വാറ്റ് ആണ്. ഓക്കെ, രണ്ടിനും രണ്ട് സെപ്പറേറ്റ് വാറ്റ് ആണ്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. പക്ഷെ രണ്ടും എന്താണ്, ഒരു മേജർ ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള കമ്പനി തന്നെയാണ്. പക്ഷെ രണ്ടിനും സെപ്പറേറ്റ് രണ്ട് വാറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്കൈ കാർഗോയിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് അല്ലെങ്കിൽ സ്കൈ കാർഗോയിൽ നിന്ന് ഹോളിഡേയ്സിലേക്കൊക്കെ അടിക്കുന്ന ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറിനൊക്കെ എന്ത് വരും, വാറ്റ് വരും. ഓക്കെ, സോ ഒരേ ഗ്രൂപ്പിന്റെ അണ്ടറിലായി എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, വാറ്റിൽ എക്സംഷൻ ഒന്നുമില്ല. ഗ്രൂപ്പിന്റെ അണ്ടറിലാണെങ്കിൽ കൂടിയും സെപ്പറേറ്റ് വാറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് TRN നമ്പർ ഓരോന്നിനും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ നടത്തുന്നതിനൊക്കെ എന്ത് വരും, വാറ്റ് വരും. ഓക്കെ, സോ അതിനും നമ്മൾ എന്ത് ചെയ്യണം, വാറ്റ് കൊടുക്കണം. അതിന് ടാക്സബിൾ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യും, വാറ്റ് ആയിട്ടാണ് കാണിക്കുക. ഓക്കെ, ഇനി വേറൊന്നാണ് ഇൻട്രാ GCC ട്രാൻസ്ഫർ. ഇൻട്രാ GCC ട്രാൻസ്ഫർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ആദ്യം നമ്മൾ പറഞ്ഞതാ, ആദ്യം നമ്മൾ ഒരേ കമ്പനിന്റെ അകത്ത് തന്നെയുള്ള ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞതാ ഒരു ഗ്രൂപ്പിന്റെ അകത്തുള്ള ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് GCC മൊത്തമുള്ള ട്രാൻസ്ഫർ. അതായത് കുവൈത്തിൽ നിന്നുള്ള ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, UAE കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ സൗദി അറേബ്യയിലുള്ള ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, UAE ഒരു ട്രാൻസ്ഫർ നടത്തുന്നു. സോ ഒരു GCCന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ നടത്തുന്ന സമയത്ത് എന്താ വരിക, GCC വാറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ GCC കൺട്രീസിലേക്ക് വാറ്റ് വരുന്ന സമയത്ത്, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു GCC കൺട്രീസിലേക്ക് വാറ്റ് വരുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കമ്പനികളൊക്കെ ഈ രാജ്യങ്ങളൊക്കെ 6 രാജ്യങ്ങളും വാറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ആയി വന്നതിന് ശേഷം ഇനി 6 രാജ്യങ്ങളിലേക്ക് എന്ത് വരും, വാറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാറ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ഓക്കെ, ഈ 6 രാജ്യങ്ങളിലേക്കും വാറ്റ് വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് GCC കൺട്രീസിന്റെ ഉള്ളിൽ വാറ്റ് വരൂല എന്നാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രപ്പോസ് ചെയ്യുന്നത്. അതിന് അവർ പോസ്റ്റ് വാറ്റ് ഇന്റഗ്രേഷൻ എന്നാ പറയാം. പോസ്റ്റ് വാറ്റ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ 6 രാജ്യത്തും എന്ത് വരിക, വാറ്റ് വരണം. 6 രാജ്യത്തും വാറ്റ് വന്നു കഴിഞ്ഞാൽ 6 രാജ്യത്തും വാറ്റ് വരുന്ന സമയത്ത്, പോസ്റ്റ് വാറ്റ് ഇന്റഗ്രേഷൻ വരുന്ന സമയത്ത് എല്ലാ 6 രാജ്യത്തും വാറ്റ് വരുന്ന സിറ്റുവേഷനിൽ ഒരു സൗദി അറേബ്യയിൽ നിന്ന് UAE ഒരു സാധനം വിറ്റാലോ, UAE നിന്ന് ഖത്തറിലേക്ക് വിറ്റാലോ, ഖത്തറിൽ നിന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിറ്റ് കഴിഞ്ഞാലും GCC കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് വരില്ല, വാറ്റ് വരില്ല. അത് എപ്പോഴേ വരുള്ളൂ, പോസ്റ്റ് വാറ്റ് ഇന്റഗ്രേഷൻ. അതിന് എന്ത് വേണം, 6 കൺട്രീസിലും വാറ്റ് പെർഫെക്റ്റ്ലി ഇംപ്ലിമെന്റ് ആവണം. അങ്ങനെ പെർഫെക്റ്റ്ലി ഇംപ്ലിമെന്റ് ആയതിനു ശേഷം ഈ 6 രാജ്യത്തെയും വാറ്റ് എന്ത് ചെയ്യണം, ഒരു സിംഗിൾ ചാനലിലേക്ക് വന്നിട്ട് ഇവർ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അത് വരാൻ പോകുന്ന സ്റ്റെപ്പാണ്. ഇനി ഒരു 2, 3, 4, 5 വർഷം കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അത് വരുള്ളൂ. ആ സമയത്തേക്ക് അവരെന്ത് ചെയ്യാണ്, ഈ സിംഗിൾ വാറ്റ് ഇന്റഗ്രേഷൻ കൊണ്ടുവരും എന്നാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത്. എത്രത്തോളം കംപ്ലീറ്റ് ആവുമെന്ന് അറിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഈ പറയപ്പെടുന്ന ഇൻട്രാ GCC ട്രാൻസ്ഫർ എന്തുണ്ടാവില്ല, വാറ്റ് ഉണ്ടാവില്ല. അതായത് GCC കൺട്രീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിൽ ചെയ്യുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനും എന്ത് വരില്ല, വാറ്റ് വരില്ല. പക്ഷെ നിലവിൽ അത് വരാത്തടത്തോളം കാലം നിലവിൽ എന്തുണ്ട്, വാറ്റ് ഉണ്ട്. GCC കൺട്രീസിൽ നിന്ന് വേറെ രാജ്യത്ത് നിന്ന് ഒരു രാജ്യത്തേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ട്, വാറ്റ് ഉണ്ട്. അത് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ 0 റേറ്റഡ് ആയിരിക്കും. ആ എക്സ്പോർട്ട് ഇമ്പോർട്ടായി വേറെ രാജ്യത്തുള്ള ഒരു രാജ്യത്ത് എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്ന രാജ്യത്ത് എന്തായിരിക്കും, ഇമ്പോർട്ട് ആയിരിക്കും. അപ്പൊ ഇമ്പോർട്ട് വരുന്ന കൺട്രിയിൽ എന്ത് ചെയ്യണം, അതിന്റെ പേരിൽ ടാക്സ് കൊടുക്കണം. അതിന് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസം പ്രകാരമാണ് ടാക്സ് കൊടുക്കുക. അത് നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. എന്താ റിവേഴ്സ് ചാർജ് മെക്കാനിസം, എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വാറ്റ് വരിക എന്നുള്ളത് നമുക്ക് പറയാം. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, ഇൻട്രാ GCC ട്രാൻസ്ഫർ, GCC കൺട്രീസിനകത്തുള്ള ട്രാൻസ്ഫറിന് നിലവിൽ എന്തുണ്ട്, വാറ്റ് ഉണ്ട്. നിലവിൽ നിങ്ങൾ UAE നിന്ന് സൗദിയിലേക്കോ സൗദിയിൽ നിന്ന് ഖത്തറിലേക്കോ ഒക്കെ സാധനങ്ങൾ അയച്ചു കഴിഞ്ഞാൽ വാറ്റ് ഉണ്ട്. വാറ്റ് ഉണ്ട് മീൻസ് 0 റേറ്റഡ് ആണ്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സ് റേറ്റ് 0% ആണ്. വാറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ വാറ്റ് 5%, 15% വരും എന്നല്ല. വാറ്റ് എന്താ വരിക, 0% ആണ്. കാരണം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ എന്ത്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വാറ്റ് റേറ്റ് 0% ആണ്. പക്ഷെ എന്തുണ്ട്, 0% ആയിട്ടെങ്കിലും വാറ്റ് എന്ന് പറയുന്ന ആ ടാക്സേഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. റേറ്റ് 0 ആണെന്ന് മാത്രം. ഓക്കെ. പക്ഷെ പോസ്റ്റ് ഇൻ്റഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഒരു 4-5-6 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ ഇനി ഖത്തറിലും ബാക്കിയുള്ള കൺട്രീസിലും കൂടി വാറ്റ് വരാനുണ്ട്. 2 കൺട്രീസിലും കൂടി വാറ്റ് വന്നു കഴിഞ്ഞാൽ ആൻഡ് അത് ഫുള്ളി ഫങ്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത കൺട്രീസ് ആണെങ്കിൽ തന്നെ ഫുള്ളി ഫങ്ഷൻ, ഇപ്പൊ നല്ല വൃത്തിക്ക് വാറ്റ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുള്ളി ഫങ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ UAE-ലും സൗദി അറേബ്യയിലും, ഈവൻ ഒമാനിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇനിയും സ്റ്റിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ലോ ഒക്കെ അവരെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻക്ലൂഡിങ് നമ്മുടെ ഇൻവോയ്സിംഗ് അടക്കം. ഇൻവോയ്സിംഗ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇൻവോയ്സിംഗ് സൗദി അറേബ്യയിൽ അത് അതിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തി ഇൻവോയ്സിംഗ്. പക്ഷേ UAE-ൽ എന്താണ്, ഇനി 2026-ലാണ് ഇൻവോയ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതും എന്ത് ചെയ്യണം, UAE-ലൊക്കെ അത് ഫുള്ളി ഫങ്ഷനായി ഇൻവോയ്സിംഗ് കംപ്ലീറ്റ് ആവണം. ഒപ്പം തന്നെ ബാക്കിയുള്ള എല്ലാ രാജ്യത്തും വാറ്റ് വന്ന് എല്ലാ രാജ്യത്തും ഇൻവോയ്സിംഗ് അടക്കം കംപ്ലീറ്റ് ആയി ഒരു കംപ്ലീറ്റ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത്, വാറ്റ് കംപ്ലീറ്റ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ഈ 6 രാജ്യങ്ങൾ എന്ത് ചെയ്യാണ്, വാറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യും എന്നാണ് അവരുടെ പ്രൊപ്പോസൽ. എല്ലാ രാജ്യത്തും വാറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുമെന്നാണ് അവരുടെ പ്രൊപ്പോസൽ. അങ്ങനെ വാറ്റ് ഇന്റഗ്രേറ്റ് ആയി കഴിഞ്ഞാൽ ആ മൊമെന്റ് തൊട്ട് GCC രാജ്യങ്ങളിലൊന്നും ഉണ്ടാവില്ല, പരസ്പരം സെയിൽ ചെയ്യുന്നതിന് വാറ്റ് ഉണ്ടാവില്ല എന്നാണ് അവർ പ്രൊപ്പോസ് ചെയ്യുന്നത്. ഓക്കെ. ഇൻവോയ്സിംഗ് ഇൻവോയ്സിംഗ് നമ്മൾ ഇൻവോയ്സിന്റെ ചാപ്റ്ററിൽ പറയും. ഇൻവോയ്സിംഗ് നമ്മൾ പറയും. പേടിക്കണ്ട, ഇൻവോയ്സിംഗ് ഒക്കെ നമ്മൾ പറയും. നമ്മൾ അവിടെ എത്തുന്നല്ലേ ഉള്ളൂ. ഓക്കെ. സോ അതാണ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ചെറിയ 2-3 സ്പെഷ്യൽ കേസുകളാണ്. അതിലൊന്ന് വൗച്ചറിന്റെ കേസാണ്. ഇപ്പോൾ വൗച്ചർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, കമ്പനി എന്ത് ചെയ്യും, ചില സമയത്ത് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കൊടുക്കും അല്ലെ, കസ്റ്റമേഴ്സിന് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കൊടുക്കും. അപ്പൊ ഈ വൗച്ചറുമായി ബന്ധപ്പെട്ട് വാറ്റിൽ എന്താണ് ട്രീറ്റ്മെന്റ് വരുന്നത് നോക്കാം. ഓക്കെ. അപ്പൊ വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്താ, നമ്മൾ ചിലപ്പോൾ 100 ദിർഹത്തിന്റെ വൗച്ചർ നമ്മൾ ഒരാൾക്ക് കൊടുത്തു. ഓക്കെ. 100 ദിർഹത്തിന്റെ വൗച്ചർ നമ്മൾ സെല് ചെയ്തു. ആ വൗച്ചർ കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം, 200 ദിർഹത്തിന്റെ സാധനം വാങ്ങാം. ഓക്കെ. ഇങ്ങനെ വൗച്ചർ നമ്മൾ സെല് ചെയ്യാറുണ്ട് അല്ലെ. ഒരു 200 ദിർഹത്തിന്റെ വൗച്ചർ നമ്മൾ സെല് ചെയ്യുന്നു, അതിന് 100 ദിർഹം നമ്മൾ കളക്ട് ചെയ്യുന്നു. ബാക്കി 100 ദിർഹത്തിന് എന്താണ്, ആൾക്ക് എന്ത് ചെയ്യാം, ഡിസ്കൗണ്ടിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സാധനം വാങ്ങാം. അതായത് 200 ദിർഹത്തിന്റെ വൗച്ചർ കൊണ്ട് അയാൾ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാം, 200 ദിർഹത്തിന് സാധനം എടുക്കാം. പക്ഷെ 100 ദിർഹത്തിനായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ആ വൗച്ചർ വിറ്റിട്ടുണ്ടാവുക. അപ്പൊ ഈ രീതിയിൽ നമുക്ക് വൗച്ചർ കൊടുക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാർ വൗച്ചർ എങ്ങനെ കൊടുക്കുക, കംപ്ലീറ്റ്ലി 0 ആയിട്ട് എന്ത് ചെയ്യും, വൗച്ചർ കൊടുക്കും. അതായത് ഫ്രീ വൗച്ചേഴ്സ്, 1 രൂപ പോലും അല്ലെങ്കിൽ 1 ദിർഹം പോലും വാങ്ങാതെ എന്ത് ചെയ്യുക, ഫ്രീ വൗച്ചർ സപ്ലൈ ചെയ്യുന്ന കമ്പനീസും ഉണ്ട് അല്ലെ. ഫ്രീ വൗച്ചർ, ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഫ്രീ വൗച്ചറാണ്. ആ വൗച്ചറിന് ചിലപ്പോൾ ഒരു 100 ദിർഹംസ് ഉണ്ടാവും. അപ്പൊ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം വന്നിട്ട് ആ വൗച്ചർ കാണിച്ചു കഴിഞ്ഞാൽ 100 ദിർഹത്തിന്റെ സാധനം എടുത്തുകൊണ്ടാ 1 റുപ്പീസ് പോലും അല്ലെങ്കിൽ 1 ദിർഹം പോലും കൊടുക്കാതെ എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. അപ്പൊ വൗച്ചർ 2 രീതിയിലുണ്ട്. ഫ്രീ വൗച്ചേഴ്സും ഉണ്ട്, പേയ്മെന്റ് വാങ്ങിയിട്ടുള്ള വൗച്ചേഴ്സും ഉണ്ട്. പേയ്മെന്റ് വാങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ 500 ദിർഹത്തിന്റെ വൗച്ചർ ചിലപ്പോൾ 100 ദിർഹത്തിന് കൊടുക്കും. അപ്പൊ 400 ദിർഹത്തോളം കസ്റ്റമർക്ക് എന്ത് ചെയ്യും, ഓഫർ കിട്ടും. അപ്പൊ ഈ 2 ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് ഉണ്ട്. അപ്പൊ കമ്പനി വൗച്ചർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാറ്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെ വരിക എന്ന് നോക്കാം. അതിൽ 2 തരത്തിലുള്ള വൗച്ചേഴ്സ് ആണ് UAE വാറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വാറ്റിന്റെ ലോയിൽ പറയുന്നത്. ഒന്ന് സിംഗിൾ പർപ്പസ് വൗച്ചറും മറ്റേത് മൾട്ടി പർപ്പസ് വൗച്ചറും. സിംഗിൾ പർപ്പസ് വൗച്ചർ അല്ലെങ്കിൽ SPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ ഞാനൊരു ഹോട്ടലിൽ പോയി, ഓക്കെ, ഞാനൊരു ഹോട്ടലിൽ പോയി, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുന്ന് ഞാൻ ഫുഡ് കഴിച്ച് ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ
ഇതിലിരിക്കുന്ന കാഷ്യറിൽ ഇരിക്കുന്ന ആൾ എന്നോട് പറഞ്ഞത് നിങ്ങൾക്കൊരു വൗച്ചർ ഉണ്ട്. ആ വൗച്ചറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വെനസ്ഡേ, ഓക്കെ, അടുത്ത വെനസ്ഡേ നിങ്ങൾ ഇതേ ഹോട്ടലിൽ വരണം. ഇതേ ഹോട്ടലിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരു 500 ദിർഹംസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. 500 ദിർഹംസിന്റെ ഉള്ളിൽ ഇഷ്ടമുള്ളത് കഴിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഒരു 100 ദിർഹത്തിന്റെ വൗച്ചറാണ്. ഇഷ്ടമുള്ളത് കഴിക്കാന്നല്ല, 100 ദിർഹത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിരിയാണി വാങ്ങി കഴിക്കാം. അതായത് ബിരിയാണിന്റെ വൗച്ചറാണ്. ഓക്കെ, 100 ദിർഹത്തിന്റെ ബിരിയാണി ഉണ്ട്. അടുത്ത വെനസ്ഡേ വരണം. വെനസ്ഡേ മാത്രമേ ഈ വൗച്ചർ ഓഫർ ഉള്ളൂ. വെനസ്ഡേ വരണം. വെനസ്ഡേ വന്നു കഴിഞ്ഞാൽ 100 ദിർഹത്തിന് എന്ത് ചെയ്യാം, ബിരിയാണി വാങ്ങി കഴിക്കാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിരിയാണി വാങ്ങി കഴിക്കാം. വൗച്ചറിന്റെ വില 50 ദിർഹമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലാഭം 50 ദിർഹം നമുക്ക് ലാഭം. കാരണം എന്താ, ഈ വൗച്ചറിന് 100 ദിർഹം വർത്തുണ്ട്. 100 ദിർഹത്തിന്റെ ബിരിയാണി വാങ്ങി കഴിക്കാം. ആ വൗച്ചറിന്റെ വില 50 ദിർഹം. അപ്പൊ നമ്മൾ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, 50 ദിർഹം വാങ്ങിയിട്ട് നമുക്ക് 100 ദിർഹത്തിന്റെ വൗച്ചർ തന്നു. ഓക്കെ, ഈ വൗച്ചറിന് നമ്മൾ പറയുന്ന പേരാണ് സിംഗിൾ പർപ്പസ് വൗച്ചർ അല്ലെങ്കിൽ സ്പെഷ്യൽ പർപ്പസ് വൗച്ചർ. സിംഗിൾ പർപ്പസ് വൗച്ചർ, സ്പെഷ്യൽ പർപ്പസ് വൗച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൗച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരേ ഒരു പരിപാടി മാത്രമേ നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, സിംഗിൾ പർപ്പസ് വൗച്ചർ എന്നാ. ഇപ്പൊ ഈ വൗച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയപ്പെടുന്ന ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കാൻ മാത്രമേ പറ്റൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് കണ്ടീഷൻ ഉണ്ട്, വെനസ്ഡേ തന്നെ വരണം എന്ന് അവർ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദിവസം പോയിട്ട് നമ്മൾ ഈ ഒരു വൗച്ചർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പരിപാടി മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, സിംഗിൾ പർപ്പസ് വൗച്ചർ. അപ്പൊ സിംഗിൾ പർപ്പസ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർപ്പസ് ഒറ്റൊന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ആര്, മൾട്ടി പർപ്പസ് വൗച്ചർ. അപ്പൊ മൾട്ടി പർപ്പസ് വൗച്ചർ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോൺ ഗിഫ്റ്റ് കാർഡ് പോലത്തെ തന്നെയാണ് നമ്മൾ മൾട്ടി പർപ്പസ് വൗച്ചർ എന്ന് പറയാം. ആമസോൺ ഗിഫ്റ്റ് കാർഡിന്റെ പ്രത്യേകത എന്താ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ആമസോൺ ഗിഫ്റ്റ് കാർഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, നിങ്ങൾ ഒരാളുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഒരു ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഗിഫ്റ്റ് ആയിട്ട് തന്നു, ബർത്ത്ഡേക്ക് ഒരു സമ്മാനമായിട്ട് തന്നു. ഒരു 5000 ദിർഹത്തിന്റെ ആമസോൺ ഗിഫ്റ്റ് കാർഡ്, 5000 AED ആമസോൺ ഗിഫ്റ്റ് കാർഡ്. ഇതിന്റെ പ്രത്യേകത എന്താ, നിങ്ങൾക്ക് 5000 ദിർഹത്തിന് ആമസോണിൽ നിന്ന് എന്തും വാങ്ങാം. ഇഷ്ടമുള്ള എന്തും വാങ്ങാം. ഈ മൾട്ടി പർപ്പസ് വൗച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് വാങ്ങാം. ആമസോൺ ഗിഫ്റ്റ് കാർഡ് പൊതുവെ ഒരു 1 ഇയറിന്റെ വരെ എന്തുണ്ടാവും, വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള എന്തും ഈ ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതിന് മൾട്ടി പർപ്പസ് ആണ്, നമുക്ക് ഒരുപാട് പർപ്പസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ 5000 ദിർഹം കൊണ്ട് എന്ത് ചെയ്യാം, ചെരുപ്പ് വാങ്ങാം, ഡ്രസ്സ് വാങ്ങാം, പെന്ന് വാങ്ങാം, പെൻസിൽ വാങ്ങാം, കമ്പ്യൂട്ടർ വാങ്ങാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊന്നും ചെയ്യാം, വാങ്ങാം. പക്ഷെ നിങ്ങൾക്ക് ഇന്ന തന്നെ വാങ്ങണം എന്നില്ല. അപ്പൊ 2 തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്, ഒന്ന് സിംഗിൾ പർപ്പസും ഒന്ന് മൾട്ടി പർപ്പസും. മൾട്ടി പർപ്പസ് ഞാൻ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിംഗിൾ പർപ്പസ് ആകുമ്പോൾ സിംഗിൾ പർപ്പസിന് വേണ്ടിയിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിംഗിൾ പർപ്പസ് വൗച്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാറ്റിന്റെ ട്രീറ്റ്മെന്റ്, നിങ്ങൾ ഒരു കമ്പനി ഒരാൾക്ക് സിംഗിൾ പർപ്പസ് വൗച്ചർ വിറ്റ് കഴിഞ്ഞാൽ വാറ്റ് എന്ത് ചെയ്യും, വാറ്റ് വരും. വാറ്റ് ഡെഫിനറ്റ്ലി വാറ്റ് വരും. വാറ്റ് വരും എന്ന് മാത്രമല്ല, വാറ്റ് എന്ത് വരും, ആ വിൽക്കുന്ന മൊമെന്റിൽ തന്നെ വാറ്റ് അപ്ലിക്കബിൾ ആണ്. അതായത് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് വൗച്ചറിൽ തന്നെ നിങ്ങൾക്ക് എന്താണ്, വാറ്റ് അപ്ലിക്കബിൾ ആണ്. അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിസംബർ മാസം ഒരാൾക്ക് എന്ത് ചെയ്തു, ഈ പറഞ്ഞ സിംഗിൾ പർപ്പസ് വൗച്ചർ വിറ്റു, SPV വിറ്റു. SPV ഡിസംബർ മാസത്തിൽ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ മന്ത്ലി വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കാം. ഓക്കെ, മന്ത്ലി ആണ് നമ്മുടെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡിസംബറിന്റെ എമൗണ്ടും സെയിൽസ് എമൗണ്ടും പർച്ചേസ് എമൗണ്ടും ഒക്കെ നമ്മൾ എന്ന് കാണിക്കണം, ജനുവരിയിലെ വാറ്റ് റിട്ടേണിൽ നമ്മൾ കാണിക്കണം. അപ്പൊ ജനുവരിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഗിഫ്റ്റ് വൗച്ചർ വിറ്റ, ഈ SPV വിറ്റതിന്റെ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജനുവരിയിലെ വാറ്റ് റിട്ടേണിൽ കാണിക്കണം. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം, ആ വാറ്റ് റിട്ടേൺ സെല് ചെയ്യുന്ന മൊമെന്റ്, ആ SPV സെല് ചെയ്യുന്ന മൊമെന്റിൽ തന്നെ ആ മാസം വരുന്ന വാറ്റ് റിട്ടേണിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ എമൗണ്ട് കാണിക്കണം. എന്നാൽ അതേ സ്ഥാനത്ത് മൾട്ടി പർപ്പസ് വൗച്ചർ ആകുമ്പോൾ അവിടെയും വാറ്റ് വരും. വാറ്റ് വരുന്നതിന് ഒരു കുഴപ്പമില്ല, വാറ്റ് വരും. പക്ഷെ അവിടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മൾട്ടി പർപ്പസ് വൗച്ചർ ആവുന്ന സമയത്ത് വാറ്റ് നിങ്ങൾ എപ്പോൾ കൊടുത്താൽ മതി, അറ്റ് ദ ടൈം ഓഫ് റിഡംഷൻ കൊടുത്താൽ മതി. അതിപ്പോ നിങ്ങൾ ഒരാൾക്ക് എന്ത് ചെയ്തു, മൾട്ടി പർപ്പസ് വൗച്ചർ ആണ് സെല് ചെയ്തത്. ഓക്കെ, മൾട്ടി പർപ്പസ് വൗച്ചർ ആണ് സെല് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരില്ല, വാറ്റ് നിങ്ങൾ സെല് ചെയ്ത മൊമെന്റിൽ വരില്ല. പകരം എപ്പോഴേ വരുള്ളൂ, ഈ ഒരു വൗച്ചർ അയാൾ എപ്പോൾ യൂസ് ചെയ്യുന്നു അപ്പോഴേ നിങ്ങൾക്ക് എന്ത് വരുള്ളൂ, വാറ്റ് വരുള്ളൂ. ഒരു ഉദാഹരണത്തിന് ഡിസംബർ മാസം നമ്മൾ എന്ത് ചെയ്തു, ഒരു കസ്റ്റമർക്ക് മൾട്ടി പർപ്പസ് വൗച്ചർ കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യണ്ട, ജനുവരിയിലെ വാറ്റ് റിട്ടേണിൽ ഈ എമൗണ്ട് കാണിക്കണ്ട, ഈ സെയിൽസ് എമൗണ്ട് നമ്മൾ കാണിക്കണ്ട, ഫെബ്രുവരിയിലെ എമൗണ്ടിൽ കാണിക്കണ്ട. ഇയാൾ ഈ ഒരു കസ്റ്റമർ ഈ നമ്മൾ കൊടുത്ത ഗിഫ്റ്റ് വൗച്ചർ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത മൾട്ടി പർപ്പസ് വൗച്ചർ അയാൾ യൂസ് ചെയ്യുന്നത് മാർച്ച് മാസത്തിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, മാർച്ച് മാസം വരെ അതിന് വാലിഡിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ മാർച്ച് മാസമാണ് ഈ വൗച്ചർ യൂസ് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി തുടങ്ങിയത്. അപ്പൊ മാർച്ച് മാസത്തിൽ ഇയാൾ വാങ്ങുന്ന അല്ലെങ്കിൽ ഇയാൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തെ വാറ്റ് റിട്ടേൺ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു എമൗണ്ടിന്റെ
വാറ്റ് എമൗണ്ട് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ ഒരു മൾട്ടി പർപ്പസ് വൗച്ചർ നമ്മൾ വിറ്റതിന്റെ സെയിൽസ് എമൗണ്ട് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പൊ രണ്ട് തരത്തിലുള്ള വൗച്ചേഴ്സ് ഉണ്ട്, സിംഗിൾ പർപ്പസ് വൗച്ചറും മൾട്ടി പർപ്പസ് വൗച്ചറും. സിംഗിൾ പർപ്പസ് വൗച്ചർ ആണെന്നുണ്ടെങ്കിലും മൾട്ടി പർപ്പസ് വൗച്ചർ ആണെന്നുണ്ടെങ്കിലും വാറ്റ് പേയ്മെന്റ് വാങ്ങിയിട്ടാണ് നമ്മൾ വൗച്ചർ വിറ്റത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, വാറ്റ് വരും. പേയ്മെന്റ് ഇല്ലാത്ത വൗച്ചർ ആണെങ്കിലോ, ഫ്രീ വൗച്ചേഴ്സ് ആണെങ്കിലോ അവിടെ വാറ്റേ ഇല്ല. കാരണം പേയ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കൺസിഡറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, വാറ്റ് ഉണ്ടാവില്ല, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ പേയ്മെന്റ് ഉള്ള വൗച്ചറിനൊക്കെ എന്തുണ്ട്, വാറ്റ് ഉണ്ട്. പക്ഷെ അതിന്റെ വാറ്റ് അടക്കുന്ന ടൈം പീരീഡ് രണ്ടിനും രണ്ട് വ്യത്യാസമാണ്. സിംഗിൾ പർപ്പസ് വൗച്ചർ ആണെന്നുണ്ടെങ്കിൽ വിറ്റ ആ മാസത്തെ വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കാണിക്കണം. മൾട്ടി പർപ്പസ് വൗച്ചർ ആണെന്നുണ്ടെങ്കിൽ വിറ്റ ആ മാസം കാണിക്കേണ്ട ആവശ്യമില്ല, പകരം എന്ത് ചെയ്താൽ മതി, ഈ വൗച്ചർ എപ്പോൾ ഉപയോഗിക്കുന്നു അപ്പൊ കാണിച്ചാൽ മതി. ഓക്കെ, സോ അതാണ് രണ്ട് വൗച്ചേഴ്സിന്റെ കേസ്. ചെറിയ രണ്ട് പോയിന്റുകളാണ് വൗച്ചേഴ്സിന്റെ കേസ്. ഇനി വേറൊരു കേസാണ്, ഒരു ബിസിനസ് മൊത്തമായിട്ട് സെല്ല് ചെയ്യുന്ന സമയത്തുള്ള ടാക്സബിൾ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ബിസിനസിന്റെ സെയിൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ബിസിനസിന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് നമുക്ക് വാറ്റ് വരുമോ ഇല്ലയോ എന്നുള്ള സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് എന്തുണ്ടായിരുന്നു, നമുക്ക് യു എയിൽ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഹോട്ടലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. യു എയിൽ നമുക്കൊരു ഹോട്ടലുണ്ട്. നമ്മൾ ഈ ഹോട്ടൽ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യണേ, ഒരു ആൾക്ക് വിൽക്കാൻ പോവാണ്. ഹോട്ടൽ കംപ്ലീറ്റ്ലി വേറൊരാൾക്ക് വിൽക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് വാറ്റ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഓക്കെ, വാറ്റ് വരുമോ ഇല്ലയോ, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗോയിങ് കൺസേൺ. ഓക്കെ, ഗോയിങ് കൺസേൺ. എന്താ ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ടേം ആണ് ഗോയിങ് കൺസേൺ. അക്കൗണ്ടിങ് ടേം എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് ഗോയിങ് കൺസേൺ. എന്താണ് ഈ ഗോയിങ് കൺസേൺ എന്ന് ഉദ്ദേശിച്ചത്? ഗോയിങ് കൺസേൺ കൊണ്ട് പറയുന്നത്, നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ആ ബിസിനസ് നിങ്ങൾ ഇങ്ങനെ നടത്തി പോകുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്താ, ഈ ബിസിനസ് എല്ലാ വർഷവും നിലനിൽക്കണം, അടുത്ത വർഷമൊക്കെ നിലനിൽക്കണം, സെയിൽസ് ഉണ്ടാവണം, ലാഭം ഉണ്ടാവണം, അങ്ങനെ പോകണം എന്നാണ്. ഒരാളും എന്ത് ചെയ്യില്ല, വിചാരിക്കില്ല എന്ത് അടുത്ത വർഷം പൂട്ടിപ്പോട്ടെ അല്ലെങ്കിൽ ഈ ബിസിനസ് തകർന്നടിയട്ടെ എന്ന് നമ്മൾ ആരും വിചാരിക്കില്ലല്ലോ. നമ്മുടെയൊക്കെ മൈൻഡിൽ എന്താ ആഗ്രഹം, അടുത്ത വർഷം നല്ല മെച്ചത്തിലാവണം, അടുത്ത വർഷം. അപ്പോൾ ബിസിനസ് എപ്പോഴും ഗോയിങ് കൺസേൺ പെർസ്പെക്റ്റീവിലാണ്. അല്ലെങ്കിൽ ബിസിനസിന്റെ അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെ ഉണ്ടാക്കുക, ഗോയിങ് കൺസേൺ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഉണ്ടാക്കുക, അല്ലെ? അടുത്ത വർഷം ഈ ബിസിനസ് ഉണ്ടാവും, അതിന്റെ പിറ്റത്തെ വർഷം നമ്മൾ ഈ ബിസിനസ് ഉണ്ടാവും എന്ന പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് എപ്പോഴും കാണുക. അല്ലാതെ ആരും എന്ത് ചെയ്യില്ല, ബിസിനസ് അടുത്ത വർഷം പൂട്ടണം അല്ലെങ്കിൽ പൂട്ടിപ്പോവും എന്ന പ്രതീക്ഷയിൽ കാണില്ലല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം വിൽക്കുന്ന സമയത്ത് യു എ വാറ്റ് പറയുന്നത് നിങ്ങൾ അതിനെ ഗോയിങ് കൺസേൺ പെർസ്പെക്റ്റീവിൽ കാണണമെന്നാണ്. അതായത് ഞാൻ ഒരു സാധനം ഈ പറഞ്ഞ പോലെ ഒരു ഹോട്ടൽ കംപ്ലീറ്റ്ലി വിൽക്കുകയാണ്. ഞാൻ ഹോട്ടലിൽ ഏതെങ്കിലും ഒരു ചെയറോ ടേബിളോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ എടുത്ത് വിൽക്കുകയല്ല, ഹോൾ ബിസിനസ് ഞാൻ എന്ത് ചെയ്യണേ, ഒരു വില കണ്ടിട്ട് ആ വിലക്ക് ഞാൻ എന്ത് ചെയ്യണേ, ഒരു ആൾ വന്നു, ഒരു പാർട്ടി വന്നു, അയാൾക്ക് വിൽക്കുകയാണ്. അപ്പൊ ഇതിന് വാറ്റ് എമൗണ്ട് വരാതെ എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ, അതായത് വാറ്റ് കൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് പാലിക്കണം എന്നാണ്. രണ്ട് കണ്ടീഷൻസ് പാലിക്കണം. അതിൽ ആദ്യത്തെ കണ്ടീഷൻ, നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വരുന്ന ആൾ എന്തിലാവണം, ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, വാങ്ങാൻ വരുന്ന ആള് ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. അതായത് അയാളുടെ കയ്യിൽ ടാക്സബിൾ പേഴ്സൺ ആയി, നമ്മൾ വിൽക്കുന്ന ആൾ ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലാണ് വാറ്റിനെ കുറിച്ചുള്ള ചോദ്യമുള്ളൂ. അപ്പൊ വാങ്ങാൻ വരുന്ന ആളും എന്തായിരിക്കണം, ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, വാങ്ങുന്ന ആള് ഈ ബിസിനസ് ഗോയിങ് കൺസേൺ പെർസ്പെക്റ്റീവിലായിരിക്കണം. അതായത് ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരിക്കണം ഇയാള് വാങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ വാറ്റ് വരൂല. ഏതൊക്കെ രണ്ട് കണ്ടീഷൻ ഞാൻ പറഞ്ഞ എന്താ, ഒരു ബിസിനസ് മൊത്തമായിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പോ ഷോറൂമോ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് മൊത്തമായിട്ട് നമ്മൾ വിൽക്കുകയാണ്, ഒന്നോ രണ്ടോ അതിന്റെ ചില്ലറയോ അവിടെ ഇവിടെ വിൽക്കല്ല, മൊത്തം ബിസിനസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വാറ്റ് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കണ്ടീഷൻസ് പാലിക്കണം. അതിൽ ആദ്യത്തെ കണ്ടീഷൻ, നിങ്ങൾ വിൽക്കുന്ന ആൾ എന്തായിരിക്കണം, അയാൾ ഒരു ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ, വിൽക്കുന്ന ആള് ഈ വാങ്ങുന്നത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കണം ഇയാൾ എന്ത് ചെയ്യുന്നത്, വാങ്ങേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, നമ്മളൊരു ഹോട്ടൽ എന്ത് ചെയ്തു, ഒരാൾക്ക് വിറ്റു. ഓക്കെ, അപ്പൊ ഹോട്ടൽ നമ്മളെ കയ്യിൽ നിന്ന് ഒരാൾ വാങ്ങാൻ വന്ന ആളുടെ ഉദ്ദേശം, ഒന്ന് അയാൾ ടാക്സബിൾ പേഴ്സൺ ആണ്. ഓക്കെ, രണ്ടാമത് അയാളുടെ ഉദ്ദേശം എന്താണ്, ഈ ഹോട്ടൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അയാൾ നോക്കി നടത്തുകയാണ്, അയാൾ എന്ത് ചെയ്യാം, ബിസിനസ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് വാങ്ങിയതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹോട്ടൽ അയാൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് വാങ്ങിയതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരില്ല, ഈ ട്രാൻസാക്ഷനിൽ നമുക്ക് വാറ്റ് വരില്ല.
പകരം അയാൾ വാങ്ങിയ സമയത്ത് തന്നെ അയാളുടെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, വാങ്ങുന്ന സമയത്ത് തന്നെ അയാൾ കാണുന്നത് ഈ ഹോട്ടൽ എന്ത് ചെയ്യാം, ഇവിടെ പൊളിച്ചിട്ട് എന്ത് ചെയ്യാം, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു സ്ഥാപനം തുടങ്ങാം എന്നൊരു മൈൻഡോട് കൂടിയാണ് അയാൾ വാങ്ങുന്ന സമയത്ത് തന്നെ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, രണ്ട് കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻ നമ്മൾ പാലിച്ചിട്ടില്ല, അതുകൊണ്ട് എന്ത് വരും, വാറ്റ് വരും. ഓക്കെ, ഇനി വേറൊരു സിറ്റുവേഷൻ വരാം. ചിലപ്പോൾ ചില ആൾക്കാർ വാങ്ങിയ സമയത്ത് ഇതേ ഉദ്ദേശത്തിൽ തന്നെ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. എന്ത്, ഒരു ഹോട്ടൽ വാങ്ങുകയാണ്, അപ്പൊ അയാളുടെ ഉദ്ദേശം ഹോട്ടൽ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ്. അങ്ങനെ അയാൾ കണ്ടിന്യൂ ചെയ്ത് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടും സെയിൽസ് ഒന്നും വരുന്നില്ല, ഹോട്ടൽ മെച്ചത്തിലാവണില്ല. അപ്പൊ അയാൾക്ക് ഇത് എന്ത് ചെയ്യണം, പൊളിച്ചിട്ട് വേറെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ വാറ്റ് വരുമോ? ഇല്ല, ഒരിക്കലും അപ്പൊ വരില്ല. അതായത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് പെർസ്പെക്റ്റീവിൽ വാങ്ങണം, കണ്ടിന്യൂയിങ് ബിസിനസ് ആയിട്ട് തന്നെ വാങ്ങണം. അപ്പൊ അതെങ്ങനെയാണ് FTA മനസ്സിലാവുക? ഇത് വാങ്ങുന്ന സമയത്ത് ഇയാൾ ഈ ഉദ്ദേശത്തിലാണ് വാങ്ങിയതെന്ന് എങ്ങനെ മനസ്സിലാവുക? അയാൾക്ക് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണെങ്കിലോ എങ്ങനെ FTA മനസ്സിലാവും? അത് FTA ഉദ്ദേശം മനസ്സിലാവല്ലേ ചെയ്യുക, നിങ്ങൾ എഗ്രിമെന്റിൽ എന്ത് ചെയ്യണം, ആ വാക്ക് കൂടി കൂട്ടിച്ചേർക്കണം. അതായത് എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത്, സെയിൽ ചെയ്ത് വേറൊരാൾക്ക് വാങ്ങുന്ന സമയത്ത് ആ വാങ്ങുന്ന ആളുടെ ഉദ്ദേശം ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ പെർസ്പെക്റ്റീവിലാണ് എന്നുള്ളത് ആ എഗ്രിമെന്റിൽ ഉണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യുക, വാങ്ങിക്കോളി. എന്നിട്ട് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, വിറ്റോളി, കുഴപ്പമില്ല, വാറ്റ് ഒന്നും വരില്ല. അല്ലെങ്കിൽ നിങ്ങൾ അത് പൊളിച്ചിട്ട് വേറെ ബിസിനസ് തുടങ്ങിക്കോളി, കുഴപ്പമില്ല, വാറ്റ് വരില്ല. പക്ഷെ വാങ്ങുന്ന സമയത്ത്, നിങ്ങൾ എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത്, ഈ ബിസിനസ് വിറ്റ് അല്ലെങ്കിൽ വാങ്ങുന്ന ആള് വേറെ എന്തെങ്കിലും പെർസ്പെക്റ്റീവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, വാറ്റ് വരും. അപ്പോൾ ഒരു ബിസിനസ് മൊത്തമായിട്ട് വിൽക്കുന്ന സമയത്ത് 2 കണ്ടീഷൻ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരില്ല, വാറ്റ് വരില്ല. അല്ലെങ്കിൽ ആ സാധനം വിറ്റതിന്റെ പേരിൽ, ബിസിനസ് മൊത്തമായിട്ട് വിറ്റതിന്റെ എമൗണ്ടിന്റെ പേരിൽ നമ്മൾ എന്ത് കൊടുക്കണം, വാറ്റ് കൊടുക്കണം. ഏതൊക്കെയാ 2 കണ്ടീഷൻ? ഒന്ന്, വാങ്ങുന്ന ആളും ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. വിൽക്കുന്ന ആൾ ടാക്സബിൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ വിൽക്കുന്ന ആളും ടാക്സബിൾ പേഴ്സൺ ആണ്, വാങ്ങുന്ന ആളും ടാക്സബിൾ പേഴ്സൺ ആയിരിക്കണം. രണ്ടാമത്, വാങ്ങുന്ന ആളുടെ ഉദ്ദേശം എന്തായിരിക്കണം, ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കണം വാങ്ങേണ്ടത്. അതെങ്ങനെ ഉദ്ദേശം മനസ്സിലാവുക? എഗ്രിമെന്റിൽ ആ ഒരു ടേം ഉണ്ടായിരിക്കണം. എഗ്രിമെന്റിൽ ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് വാങ്ങിയത് എന്നുള്ളൊരു ടേം ഉണ്ടായിരിക്കണം. എന്നിട്ട് വാങ്ങിയാൽ നോ പ്രോബ്ലം, വാറ്റ് വരില്ല. അതല്ലാതെ ഈ 2 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വാറ്റ് വരും. ഓക്കെ, സോ അതാണ് ഒരു ബിസിനസ് മൊത്തമായിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്തുള്ള കേസ്. ഓക്കെ, ഇനി അടുത്തൊരു ടേമെന്നോ അല്ലെങ്കിൽ അടുത്തൊരു ഡിസ്കഷൻ നമ്മൾ നടത്താൻ പോകുന്നത് മിക്സ്ഡ് ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് സപ്ലൈനെ കുറിച്ച് നമുക്ക് UAE കാര്യമായിട്ടൊരു ആവശ്യം വരുന്നില്ല. അതിന്റെ റീസൺ എന്താ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കാണ് മിക്സ്ഡ് ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ. ഈ മിക്സ്ഡ് കോമ്പോസിറ്റ് സപ്ലൈ ആക്ച്വലി നമ്മൾ ഇന്ത്യയിൽ GSTയിലൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ളത്. UAE വാറ്റിന്റെ ലോയിൽ ഇതുണ്ട്, ജസ്റ്റ് പറയുന്നുണ്ട് അവർ, FTA റൂൾസിനകത്ത്, ഡിഗ്രി ലോനകത്ത് പറയുന്നുണ്ട് മാത്രം. പക്ഷെ എന്തില്ല, നമുക്കിത് ശരിക്കും ആവശ്യം വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE ഒരേ ഒരു ടാക്സ് റേറ്റേ ഉള്ളൂ, അല്ലെ, 5% മാത്രം. പിന്നെ പോകണമെങ്കിൽ ഏതാ, പിന്നെ 0% ആണ്. 0% ടാക്സബിൾ എന്നല്ല, 0 റേറ്റഡ് എന്ന് തന്നെയാണ് സ്പെഷ്യലി വിളിക്കുന്നത്. ടാക്സബിളിന്റെ അണ്ടറിൽ UAE ഒരേ ഒരു ടാക്സ് റേറ്റേ ഉള്ളൂ, എന്ത്, 5% മാത്രം. പക്ഷെ ഇന്ത്യയിലൊക്കെ അങ്ങനെയല്ല. ഇന്ത്യയിൽ എന്തുണ്ട്, പല റേറ്റ് ഉണ്ട്, അല്ലെ, 12%, 18%, 6% ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റേറ്റ് ഓഫ് ടാക്സ് റേറ്റ് ഉണ്ട്. അപ്പൊ അത്തരത്തില് മൾട്ടിപ്പിൾ ടാക്സ് റേറ്റ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു 2 കൺസെപ്റ്റുകളാണ് മിക്സ്ഡ് ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ. മിക്സ്ഡ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോമ്പോസിറ്റ് സപ്ലൈ, നമുക്ക് ആദ്യം കോമ്പോസിറ്റ് സപ്ലൈനെ കുറിച്ച് പറയാം. കോമ്പോസിറ്റ് സപ്ലൈ പറഞ്ഞാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഉദാഹരണമാണ് കോമ്പോസിറ്റ് സപ്ലൈന്റെ ഏറ്റവും നല്ല ക്ലാസിക്കൽ ഉദാഹരണം. അതായത് നിങ്ങളൊരു ഹോട്ടലിൽ എന്ത് ചെയ്തു, റൂം എടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ആ ഹോട്ടലിൽ ഒരു സ്റ്റേ കിട്ടും, അല്ലെ, ആ ഹോട്ടലിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അതിന്റെ കൂടെ എന്തും കൂടി കിട്ടും, ആ ഹോട്ടലിന് മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ഉള്ള ഫുഡും കൂടി എന്ത് ചെയ്യും, അവർ തരും, അല്ലെ. മോർണിംഗിലുള്ള ഫുഡ് അതിന്റെ കൂടെ, ആ പാക്കേജിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും പല ഹോട്ടലിലും എന്തുണ്ടാവുക, സ്റ്റേ ഉണ്ടാവുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 2 സർവീസ് നമുക്ക് തരുന്നുണ്ട്. ഒന്നെന്താ, ഈ ഹോട്ടലിൽ സ്റ്റേ തരുന്നുണ്ട്, പിന്നെ നമുക്ക് എന്ത് തരുന്നുണ്ട്, ഫുഡ് തരുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിക്കുക, ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിന് വാറ്റ് റേറ്റ് 5%, ഫുഡിന്റെ വാറ്റ് റേറ്റ് 10% എന്ന് വിചാരിക്കാം, ഉദാഹരണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരേ ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട് 2 വാറ്റ് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബില്ല് അടിക്കുന്ന സമയത്ത് എന്താ വരും, ഒരു കൺഫ്യൂഷൻ വരും. കാരണം എന്താ, ഇതിന് ടോട്ടൽ പാക്കേജ് എമൗണ്ട് ആയിരിക്കും. ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിന് ഒരു ടോട്ടൽ പാക്കേജ് എമൗണ്ട് ഒരു 1000 ദിർഹംസ് ആണെന്ന് വിചാരിക്കാം, 1000 ദിർഹംസ് ആണ്. ഈ 1000 ദിർഹംസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഈ ഹോട്ടലിൽ സ്റ്റേ ചെയ്തതും ഉൾപ്പെടുന്നുണ്ട്, ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചതും ഉൾപ്പെടുന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് ബില്ലല്ല, സിംഗിൾ ബില്ലാണ് 1000 ദിർഹംസ്.
അപ്പോൾ ആൾക്ക് ഇതിന്റെ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത്, ഇതിന്റെ ബില്ലടിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും. കാരണം 1000 ദിർഹംസുമേ 10% വാറ്റ് റേറ്റ് എടുക്കണോ 5% വാറ്റ് റേറ്റ് എടുക്കണോ, കൺഫ്യൂഷൻ ആണ്. കാരണം എന്താ, രണ്ട് വാറ്റ് റേറ്റ് വരുന്ന ട്രാൻസാക്ഷൻസ് എന്തുണ്ട്, അല്ലെങ്കിൽ 2 വാറ്റ് റേറ്റ് വരുന്ന സർവീസുകൾ ഇതിന്റെ അടിയിലുണ്ട്. അപ്പൊ ഏത് വാറ്റ് റേറ്റ് എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ ഇത്തരത്തിലുള്ള സപ്ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് സപ്ലൈ. അപ്പൊ കോമ്പോസിറ്റ് സപ്ലൈന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ പോയി നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൽ സപ്ലൈ എന്താ, നമ്മൾ ആ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്രിൻസിപ്പൽ സപ്ലൈ അല്ലെങ്കിൽ മെയിൻ സപ്ലൈ. അതിന്റെ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നതാണ്, ഫുഡ് കിട്ടുന്നതാണ് അല്ലെ. ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, രാവിലത്തെ ഫുഡോ അല്ലെങ്കിൽ രാത്രികത്തെ ഫുഡോ നമുക്ക് എന്ത് ചെയ്യുന്നു, കൂടെ തരുന്നു. പക്ഷെ മെയിൻ സപ്ലൈ എന്താണ്, സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ സ്റ്റേ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ സപ്ലൈ. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു കോമ്പോസിറ്റ് സപ്ലൈയിൽ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ടാവും, അതിന്റെ കൂടെ എന്തുണ്ടാവും, ഒരു നെസസറി അല്ലെങ്കിൽ എസെൻഷ്യൽ അല്ലെങ്കിൽ ഇൻസിഡന്റൽ സപ്ലൈ ഉണ്ടാവും. അതാണ് ഫുഡ്. ഇവിടുത്തെ നെസസറി സപ്ലൈ, ഇൻസിഡൻഷ്യൽ സപ്ലൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡാണ്. അപ്പൊ രണ്ടും കൂടി ചേർന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് സപ്ലൈ. അതായത് ഒരു മെയിൻ സപ്ലൈയും ഒരു ഇൻസിഡന്റൽ സപ്ലൈ ഉണ്ടാവും, പ്രിൻസിപ്പൽ സപ്ലൈയും കൂടെ ഒരു ഇൻസിഡന്റൽ സപ്ലൈ ഉണ്ടാവും. ഇത് രണ്ടും ക്ലോസ്ലി ലിങ്ക്ഡ് ആയിരിക്കും. കാരണം എന്താ, ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് തരും, ഫുഡ് തരും. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ക്ലോസ്ലി ലിങ്ക്ഡ് ആയിരിക്കും. ഇതിനെ ടേംസിൽ പറയുന്നത് അല്ലെങ്കിൽ ലോല് പറയുന്നത് നാച്ചുറലി ബണ്ടിൽഡ് എന്നാണ്. നാച്ചുറലി ബണ്ടിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നാച്ചുറലി ബണ്ടിൽഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ തരത്തിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് കോമ്പോസിറ്റ് സപ്ലൈ. അങ്ങനെ കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, സെപ്പറേറ്റ് പ്രൈസിംഗ് ഒന്നും ഉണ്ടാവില്ല, രണ്ടിനും കൂടി ഒറ്റ പ്രൈസിംഗ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിന് രണ്ടിനും കൂടി 1000 ദിർഹംസ് ആയിരിക്കും സപ്ലൈ. അപ്പൊ ഇവിടെ നമ്മൾ വാറ്റ് റേറ്റ് എടുക്കുന്ന സമയത്ത്, ഓക്കെ, ഇവിടെ നമ്മൾ വാറ്റ് റേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് വാറ്റ് റേറ്റ് എടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കൺഫ്യൂഷൻ. അവിടെ വാറ്റ് റേറ്റ് എടുക്കേണ്ടത് ഇതിൽ ഏതാണോ പ്രിൻസിപ്പൽ സപ്ലൈ അതിന്റെ വാറ്റ് റേറ്റ് ആണ് എന്ത് എടുക്കേണ്ടത്, ഈ ടോട്ടൽ സപ്ലൈന്റെ വാറ്റ് റേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേ ഉണ്ട്, ഫുഡും ഉണ്ട്. സ്റ്റേക്ക് 5%, ഫുഡിന് 10% ആണ് ടാക്സ് റേറ്റ് എന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ഇത് മൊത്തം കോമ്പോസിറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഈ 1000 ടോട്ടൽ പ്രൈസുമ്പോൾ നമ്മൾ ഏത് വാറ്റ് റേറ്റ് മാത്രം എടുത്താൽ മതി, 5% മാത്രം എടുത്താൽ മതി. കാരണം എന്താ, സ്റ്റേ ചെയ്യലാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ സപ്ലൈ, ഫുഡ് എന്തല്ല, മെയിൻ സപ്ലൈ അല്ല. അപ്പോൾ കോമ്പോസിറ്റ് സപ്ലൈയിൽ ഒരു പ്രിൻസിപ്പൽ സപ്ലൈ ഉണ്ടാവും. ആ പ്രിൻസിപ്പൽ സപ്ലൈ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക, അതിന്റെ ടാക്സ് റേറ്റ് എടുത്താൽ മതി. അപ്പൊ യു എയിൽ ഇത് എന്തുകൊണ്ടാണ്, ഞാൻ നേരത്തെ പറഞ്ഞ യു എയിൽ ഇത് എന്തുകൊണ്ടാണ് അത്ര പ്രഗത്ഭമല്ലാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്തുകൊണ്ടാ, യു എയിൽ സ്റ്റേ ചെയ്യുന്നതിനും 5% ആണ്, ഫുഡിനും 5% ആണ്, വേറെ ഒരു ടാക്സ് റേറ്റ് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ വരില്ല, നമ്മൾ ബില്ലടിക്കുന്ന സമയത്ത് ഏത് ടാക്സ് റേറ്റ് എടുക്കണം എന്നൊരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യത ഇല്ല. കാരണം എന്താ, രണ്ടിനും ഒരേ ടാക്സ് റേറ്റ് തന്നെയല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നാച്ചുറലി ഈ 5% തന്നെ അടിക്കുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ഇത് കൺഫ്യൂഷൻ വരും. കാരണം എന്താ, ഇന്ത്യയിൽ ഓരോന്നിനും ഓരോ ടാക്സ് റേറ്റ് ആണ്. ഫുഡിൽ സ്റ്റേ ചെയ്യുന്നതിന് 18%, ഫുഡിന് 5% ടാക്സ് റേറ്റ് വരിക. അപ്പൊ 5 എടുക്കണോ 18 എടുക്കണോ എന്നുള്ളത് എന്താവും, കൺഫ്യൂഷൻ ആവും. അപ്പൊ അവിടെയൊക്കെയാണ് ഈ ഒരു ലോജിക് അല്ലെങ്കിൽ ഈ ഒരു റൂൾ എന്ത് ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് കോമ്പോസിറ്റ് സപ്ലൈ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സപ്ലൈ ആണ് മിക്സ്ഡ് സപ്ലൈ. ഇപ്പൊ കോമ്പോസിറ്റ് സപ്ലൈ പറഞ്ഞ പോലെ തന്നെ മിക്സ്ഡ് സപ്ലൈ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ യു എയിലൊരു ഗിഫ്റ്റ് ഷോപ്പ് നടത്തുന്ന ആളാണ്. ഓക്കെ, നിങ്ങൾ ഗിഫ്റ്റ് ഷോപ്പ് നടത്തുന്ന ആളാണ്, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗിഫ്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ടൈപ്പ് ഓഫ് ഗിഫ്റ്റ് ബോക്സ് ആണ്, നിങ്ങൾ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് ബോക്സിനകത്ത് പല ഗിഫ്റ്റ്സ് ഉണ്ട്. അതിനകത്തൊരു സ്പ്രേ ഉണ്ട്, അതിനകത്ത് സ്വീറ്റ്സ് ഉണ്ട്, ഓക്കെ, അതിനകത്തൊരു ഡ്രസ്സ് ഉണ്ട്, ഓക്കെ, അതിനകത്ത് കുറെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ബോക്സ് ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബോക്സ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വിൽക്കുന്നത്. അപ്പൊ കസ്റ്റമേഴ്സ് നിങ്ങളടുത്ത് വന്നിട്ട് ഇതിനകത്തുള്ള ഓരോ സാധനം അല്ല വാങ്ങുന്നത്. അതായത് സ്പ്രേ വാങ്ങുക, സ്വീറ്റ്സ് വാങ്ങുക, ഡ്രസ്സ് വാങ്ങുക, ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് അല്ല വാങ്ങുന്നത്. കസ്റ്റമർ എന്താ ചെയ്യുക, ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, വാങ്ങിക്കൊണ്ടുപോവുക. അപ്പൊ നിങ്ങൾ ഗിഫ്റ്റ് ബോക്സ് വിൽക്കുന്ന കമ്പനിയാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ, ഒരു ഐറ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ബോക്സിനകത്ത് നിങ്ങൾ പല സാധനങ്ങൾ എന്ത് ചെയ്യാണ്, നിറച്ചിട്ട് വിൽക്കുകയാണ് അല്ലെ. ഈ സാധനത്തിലൊക്കെ പലതിനും പല ടാക്സ് റേറ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണത്തിന് സ്പ്രേ കുപ്പിക്ക് അല്ലെങ്കിൽ സ്പ്രേക്ക് എന്ത് ചെയ്യാണ്, ഒരു 2% ആണ് ടാക്സ് റേറ്റ്. സ്വീറ്റ്സിന് 5% ആണ് ടാക്സ് റേറ്റ്. അതുപോലെ ഡ്രസ്സിന് 10% ആണ് ടാക്സ് റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ബില്ലടിക്കുന്ന ആൾക്ക് ഇതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൺഫ്യൂഷൻ വരും. കാരണം എന്താ, പലതിനും പല ടാക്സ് റേറ്റ് ആണ്. ഓരോന്നിന്റെ എമൗണ്ട് അടിച്ചിട്ട് ലാസ്റ്റ് എമൗണ്ട് എടുത്തിട്ട് ഏതാണ് ടാക്സ് റേറ്റ് എടുക്കേണ്ടി എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അല്ലെ. കാരണം എന്താ, ഇത് നിങ്ങൾ ഓരോന്ന് സെപ്പറേറ്റ്ലി അല്ല വിൽക്കുന്നത്, എല്ലാത്തിനും കൂടിയും ഒറ്റ പ്രൈസാണ്. കാരണം നിങ്ങൾക്ക് ഒറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ വേറെ സെപ്പറേറ്റ് പ്രൊഡക്റ്റ് ഇല്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താ, ഈ പറഞ്ഞ ഗിഫ്റ്റ് ബോക്സ് ആണ് നിങ്ങളുടെ പ്രൊഡക്റ്റ്.
ആ ഗിഫ്റ്റ് ബോക്സിന് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 500 ദിർഹംസ് ആണ് ഒരു ഗിഫ്റ്റ് ബോക്സിന്. നിങ്ങൾ ഗിഫ്റ്റ് ബോക്സ് മാത്രമായിട്ട് വിൽക്കുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യില്ല, ഇതിൽ ഓരോ സാധനം സെപ്പറേറ്റ്ലി വിൽക്കുന്നില്ല. ഓരോ സാധനം സെപ്പറേറ്റ്ലി വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ അടിക്കേണ്ടത് നമുക്കറിയാം. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയണേ എനിക്ക് സ്വീറ്റ്സ് മാത്രം മതി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സ്വീറ്റ്സിന്റെ സെയിൽ അടിച്ചിട്ട് എന്ത് ചെയ്യാം, സ്വീറ്റ്സിന്റെ ടാക്സ് റേറ്റ് മാത്രം കൊടുക്കാം, നമുക്ക് പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ അതല്ല വിൽക്കുന്നത്. നമ്മൾ എന്താ വിൽക്കുന്നത്, ഇതെല്ലതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സാണ് കൊടുക്കുന്നത്. നമ്മൾ ഗിഫ്റ്റ് ബോക്സ് വിൽക്കുള്ളൂ. ഗിഫ്റ്റ് ബോക്സിന് 500 ദിർഹംസ് ആണ് വില. പക്ഷെ അപ്പോൾ അവിടെ ടാക്സിന് എന്ത് ചെയ്യണം, കൺഫ്യൂഷൻ വരും. കാരണം ഇതിനകത്ത് ഗിഫ്റ്റ് ബോക്സിനകത്ത് കിടക്കുന്ന ഓരോ പ്രൊഡക്റ്റിനും വെവ്വേറെ ടാക്സ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വരും. അപ്പൊ ഈ തരത്തിൽ മിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നിന്ന് ഇതിൽ എന്താ വ്യത്യാസം, നേരത്തെ രണ്ടും നാച്ചുറലി ബണ്ടിൽഡ് ആയിരുന്നു. അതായത് നമ്മളൊരു ഹോട്ടലിൽ നിൽക്കുമ്പോൾ സ്റ്റേന്റെ കൂടെ എന്തുണ്ടാവും, ഫുഡ് ഉണ്ടാവും. പക്ഷെ ഈ മിക്സ്ഡ് നാച്ചുറലി ബണ്ടിൽഡ് അല്ല, അല്ലേ? നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്ന് സ്വീറ്റ് പകരം വേറെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, ഈ മിക്സ് നമുക്ക് ഇഷ്ടത്തിന് മാറ്റാം. അപ്പൊ നാച്ചുറലി ബണ്ടിൽഡ് അല്ലാത്ത ടൈപ്പ് ഓഫ് സപ്ലൈനെ നമ്മൾ പറയുന്ന പേരാണ് മിക്സ്ഡ് സപ്ലൈ. നാച്ചുറലി ബണ്ടിൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് സപ്ലൈ. കോമ്പോസിറ്റ് സപ്ലൈയിൽ നമ്മൾ ടാക്സ് റേറ്റ് ഏതെടുത്തത്, ഇതിലെ മെയിൻ സപ്ലൈ ഏതാണോ നോക്കുക, അതിന്റെ ടാക്സ് റേറ്റ് ആണ് എടുക്കേണ്ടത്. മിക്സ്ഡ് സപ്ലൈ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിൽ ഏറ്റവും കൂടുതൽ ടാക്സ് റേറ്റ് വരുന്നത് ഏതാണോ അതിന്റെ റേറ്റ് ആയിരിക്കും ടോട്ടൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ വാറ്റ് റേറ്റ് എടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ നേരത്തെ ഉദാഹരണത്തിൽ നമ്മൾ ഗിഫ്റ്റ് ബോക്സിനെ പറഞ്ഞു. ഗിഫ്റ്റ് ബോക്സിൽ 2% വാറ്റ് റേറ്റ് ഉള്ള ഒരാളുണ്ട്, 10% വാറ്റ് റേറ്റ് ഉള്ള ഒരാളുണ്ട്, 5% വാറ്റ് റേറ്റ് ഉള്ള ഒരാളുണ്ട്. ടോട്ടൽ ഗിഫ്റ്റ് ബോക്സിന് 500 ദിർഹംസ് ആണ്. അപ്പൊ നമ്മൾ അവിടെ 500 ദിർഹംസ് അടിച്ചതിന് ശേഷം നമ്മൾ അവിടെ വാറ്റ് എമൗണ്ട് അല്ലെങ്കിൽ വാറ്റ് റേറ്റ് ഏതാ എടുക്കേണ്ടത്, ഇതിൽ ഏറ്റവും കൂടുതൽ വാറ്റ് റേറ്റ് ഏത് പ്രൊഡക്റ്റിനാണോ വരേണ്ടത് അതിന്റെ വാറ്റ് റേറ്റ് എടുക്കുക. ഇപ്പൊ നമ്മളുടെ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ, 10%. സോ നമ്മൾ എന്ത് ചെയ്യുക, 10% ഈ ടോട്ടൽ 500 എന്ത് ചെയ്യുക, 10% വാറ്റ് റേറ്റ് എടുക്കുക. ഇതാണെന്ത്, മിക്സ്ഡ് സപ്ലൈ. ആൻഡ് അഗെയിൻ ഇതും യു എയിൽ എന്തല്ല ആവശ്യമായി വരുന്നില്ല. അതെന്തുകൊണ്ടാണ് യു എയിൽ ഇത് ആവശ്യമായി വരാത്തത്? യു എയിൽ മിക്സ്ഡ് സപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്താ, യു എയിൽ എല്ലാ സാധനത്തിനും 5% അപ്പൊ നമുക്ക് എന്ത് വരില്ല, ഈ കൺഫ്യൂഷൻ വരില്ല, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വരില്ല. നമ്മൾ എങ്ങനെ ചെയ്താലും ലാസ്റ്റ് എന്ത് വരും, 5% തന്നെ വരും. സോ അതൊന്നില്ല, അവിടെയും കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഈ രണ്ട് ടൈപ്പ് ഓഫ് മിക്സ്ഡും കോമ്പോസിറ്റും വാറ്റിന്റെ ലോല് പറയുന്നുണ്ട്. യു എയിലെ വാറ്റിലെ ലോല്, ഡിഗ്രി ലോല് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തില്ല, ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം എല്ലായിടത്തും ടാക്സ് റേറ്റ് 5% ആയതുകൊണ്ട് നമുക്ക് യു എയിൽ എന്താവില്ല, ഇതൊരു കൺഫ്യൂഷൻ ആയി വരില്ല. പക്ഷേ ഭാവിയിൽ യു എയിൽ എപ്പോഴെങ്കിലും ഇനി വേറൊരു ടാക്സ് റേറ്റും കൂടി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ 5% അല്ലാതെ വേറൊരു ടാക്സ് റേറ്റ്, ഇപ്പൊ നമ്മൾ ഇന്ത്യയിലുള്ളൊക്കെ പോലെ തന്നെ വേറൊരു ഐറ്റത്തിന് വേറൊരു ടാക്സ് റേറ്റ് കൊണ്ടുവരികയാണ്, ഒരു 7%, 8% ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തായിരിക്കും, ഈ ലോജിക് പ്രകാരമാണ് കാണേണ്ടത്. ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് അവരുടെ വാറ്റിന്റെ ഡിഗ്രി ലോനകത്ത് ഈ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത്, അല്ലെങ്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവർ ഇത് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചത് ഭാവിയിൽ എപ്പോഴെങ്കിലും അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടാക്സ് റേറ്റും കൂടി കൊണ്ടുവരാം എന്നൊരു പ്ലാൻ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് വായിച്ചത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലൊക്കെ വേറൊരു ടാക്സ് റേറ്റും കൂടി വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് കേട്ടത് യു എയിൽ. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ 5% അല്ലാതെ വേറൊരു ടാക്സ് റേറ്റും കൂടി അവരെന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ലോജിക് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ടാക്സ് റേറ്റ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പൊ മിക്സറും കോമ്പോസിറ്റും, കോമ്പോസിറ്റ് ആകുമ്പോൾ നാച്ചുറലി ബണ്ടിൽഡ് ആയിരിക്കും, മിക്സഡ് ആകുമ്പോൾ നാച്ചുറൽ ബണ്ടിൽ ഒന്നും ഉണ്ടാവില്ല. ഏത് മിക്സും കൂട്ടിച്ചേർക്കുന്നതിനാണ് മിക്സഡ് സപ്ലൈ എന്ന് പറയാം. മിക്സഡിൽ ടാക്സ് റേറ്റ് എടുക്കേണ്ടത് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് റേറ്റ് വരുന്ന ഐറ്റം ഏതാണോ അതിന്റെ ടാക്സ് റേറ്റ് തന്നെയാണ് മൊത്തം പ്രൊഡക്റ്റിനും ടാക്സ് റേറ്റ് ആയിട്ട് കണ്ടത്. കോമ്പോസിറ്റ് വരുമ്പോഴോ അതിലെ മെയിൻ സപ്ലൈ ഏതാണോ നോക്കുക, അതിന്റെ ടാക്സ് റേറ്റ് എന്ത് ചെയ്യുക, ടോട്ടൽ സപ്ലൈന്റെ ടാക്സ് റേറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ അതാണ് മിക്സ്ഡ് ആൻഡ് കോമ്പോസിറ്റ് സപ്ലൈ. സോ നമ്മൾ എന്ത് ചെയ്തു, വേറൊരു സ്പെഷ്യൽ കേസ് കൂടി ഡിസ്കസ് ചെയ്തു. ഇനി 2-3 സ്പെഷ്യൽ കേസ് കൂടി നമുക്ക് പറയാനുണ്ട്. ഏജന്റ് വഴി മുഖാന്തരം നമ്മൾ ചെയ്യുന്ന സമയത്ത്, സെയിൽ നടത്തുന്ന സമയത്ത്, അതുപോലെ ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങൾ, എൻറ്റിറ്റികൾ സെയിൽ ചെയ്യുന്ന സമയത്തുള്ളത്. ഈ 2 സ്പെഷ്യൽ കേസും കൂടി നമുക്ക് പറയാനുള്ളൂ. അതൊക്കെ ബാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായി, സ്പെഷ്യൽ കേസുകൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഐ മീൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. മിക്സഡും എക്സംപ്റ്റഡും ടാക്സബിളും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയതാണ്. അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാണ്ടാവുക, ഞാൻ ഈ നേരത്തെ പറഞ്ഞ 2 സ്പെഷ്യൽ പോയിന്റുകൾ ഉണ്ട്. ആ 2 സ്പെഷ്യൽ പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡേ ഇനി പറയാനുള്ളത് പ്രധാനമായിട്ടും എക്സ്പോർട്ട് റിലേറ്റഡും ഇമ്പോർട്ട് റിലേറ്റഡ് കാര്യങ്ങളാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും എങ്ങനെയാണ് വാറ്റിലെ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇമ്പോർട്ടിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടിന്റെ സർവീസ് ചെയ്യുന്ന സമയത്തും എങ്ങനെയൊക്കെയാണ് വാറ്റ് വരിക, ഇൻക്ലൂഡിങ് അവിടെയാണ് നമ്മൾ എന്ത് പറയാ, റിവേഴ്സ് ചാർജ്
മെക്കാനിസം പറയാം. അപ്പൊ അതാണ് നമുക്ക് നെക്സ്റ്റ് ഡേ നാളെ ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റുകൾ. എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ് നാളെ നമുക്ക് പറയാനുള്ളത്. അതിന്റെ മുന്നേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രണ്ട് ചെറിയ സ്പെഷ്യൽ പോയിന്റ് ഉണ്ട്. ഏജന്റിന്റെ കേസിലും ഗവൺമെന്റ് എൻറ്റിറ്റികളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാറ്റിന്റെ കേസിലും അങ്ങനെ രണ്ട് സ്പെഷ്യൽ പോയിന്റുകളുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ എക്സ്പോർട്ട് ഇമ്പോർട്ടിലേക്ക് നാളെ പോകും. ഓക്കെ, സോ നാളെ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മളൊക്കെ സ്പെഷ്യൽ പോയിന്റുകളാണ് പറഞ്ഞത്. ചെറിയ ചെറിയ പോയിന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കോമ്പോസിറ്റ് മിക്സർ പോലത്തെ, അതിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് മൊത്തമായിട്ട് വിൽക്കുന്ന സമയത്തുള്ള വാറ്റിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ വൗച്ചറിന്റെ കേസ് പറഞ്ഞു. വൗച്ചർ ആവുന്ന സമയത്ത് എങ്ങനെയാണ് വാറ്റിന്റെ ട്രീറ്റ്മെന്റ്. അതിന് മുന്നേ നമ്മൾ എന്ത് പറഞ്ഞു, ഈ ട്രാൻസ്ഫർ വരുന്ന സമയത്ത് ഈ GCCന്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസ്ഫർ, ഒരേ കമ്പനിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസ്ഫർ, ഒരു ഗ്രൂപ്പ് കമ്പനിന്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസ്ഫർ, അവിടേക്കുള്ള വാറ്റിന്റെ ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മളൊരു മേജർ പോർഷൻസ് കഴിഞ്ഞു. അതിന്റെ കൂടെ തന്നെ നമ്മൾ സപ്ലൈ ഡിസ്കസ് ചെയ്തു ആൻഡ് കുറെ കുട്ടി കാര്യങ്ങളും നമ്മൾ കൂടെ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ നാളെ മേജർ പോർഷൻ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്പോർട്ട് റിലേറ്റഡ് ആൻഡ് ഇമ്പോർട്ട് റിലേറ്റഡ് വാറ്റിന്റെ ട്രീറ്റ്മെന്റുകളാണ്. ഓക്കെ, സോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ എൻഡ് ചെയ്യാം. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. ഓക്കെ, ശരി, ഫൈൻ.